ഒന്നാമത് ഫസ്റ്റായി എല്ലാരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഒന്ന് നമ്മുടെ ഈ ലോകത്ത് വെച്ച് നിങ്ങള് ഏറ്റവും ബെസ്റ്റ് സ്കിൽ എന്താന്ന് ഒരാള് ചോദിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് ലെവലില് അതായത് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്കില്ല് ട്ടോ. എന്ത് തന്നെ വന്നാലും അത് സെയിൽസ് മാർക്കറ്റിംഗ് എന്ന് പറയും. നമ്മള് എന്ത് ചെയ്യാ ഒരു വസ്തുവിനെ മാർക്കറ്റ് ചെയ്യുക. അതിനുള്ള സ്കില്ല് ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഓൻ ഒരു ബിസിനസ്മാൻ ആവാൻ പറ്റും. അതിന് പുറമെ ഓനിക്ക് എന്താവാൻ പറ്റും? ഹലോ കേൾക്കുന്നില്ലേ? ആർക്കും സൗണ്ടിന് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഹലോ. അപ്പം നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് മാർക്കറ്റിംഗ് എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം എന്റെ ഈ ചരിത്രം തന്നെ ഞാൻ പറഞ്ഞുതരാം. എനിക്കത്ര വയസ്സെന്ന് അറിയത്തില് ആർക്കെങ്കിലും എന്നെ അറിയുന്നവരുണ്ടോ? എന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? ഇബ്രാഹിം ലിങ്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ. നിലവില് സ്കോളേഴ്സ് ഹബ് എന്നുള്ള അക്കാഡമിന്റെ ഫൗണ്ടർ ആണ്, പിന്നെ സിഇഒ ആണ്, പിന്നെ മാർക്കറ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ പറയാണ്, ഞാൻ ആദ്യം എനിക്ക് 18 വയസ്സേ ഉള്ളൂ. ഞാന് നിലവില് സ്കോളേഴ്സ് ഹബ് എന്നുള്ള അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4 മന്തായി. 4 മാസത്തിനുള്ളിൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ സെന്ററുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള അക്കാഡമി ആയിട്ട് മാറി നമ്മൾ അക്കാഡമി. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം പറയാനുള്ളത്, ഇപ്പം ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 0 ബാലൻസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇത് പറയണതിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഈ ബിസിനസ് എന്തോ ഹാൻഡ് റൈസ് ചെയ്തു. അപ്പം എന്താന്ന് വെച്ചാല്, അപ്പം ഞാൻ ഫസ്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ലെവലിൽ ഞാൻ പഠിച്ച സമയത്താണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാൻ പറ്റിയത്. അങ്ങനെ ഇപ്പം എന്റെ സ്റ്റുഡൻസിനാണെങ്കിൽ പോലും എന്താ അറിയൂല, എനിക്ക് എത്ര വയസ്സാണ് എന്നുള്ളത് അറിയൂല, ഞാൻ ആരാണ്, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതൊന്നും ആർക്കും അറിയൂല, എന്റെ സ്റ്റുഡൻസിന് ആർക്കും അറിയൂല. അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ സെയിൽസ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ലെവലിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ ബിസിനസ്സിന് യൂസ്ഫുൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നിങ്ങളെ വാല്യൂ കുറച്ച് കാണരുത്. സെയിൽസ് മാർക്കറ്റിംഗ് ക്ലോസിംഗ് സംഭവിക്കണമെങ്കിൽ നമുക്ക് ആദ്യം സെയിൽസ് മാർക്കറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് മെറ്റ ആഡ്സ് എന്താണെന്ന് അറിയണം. കാരണം ഏറ്റവും കൂടുതൽ ഓഡിയൻസിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസിന്റെയും ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ എത്തിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നോട്ടീസ് തരാൻ പറ്റൂലല്ലോ. കാരണം എന്താ, ലിമിറ്റേഷൻ ഉണ്ട്. കേരളം മൊത്തം നോട്ടീസ് അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എത്ര പൈസ നമുക്ക് ചെലവുണ്ട്. സോ എന്റെ ടാർഗറ്റ് എന്നുള്ള ചെറിയ കുട്ടികൾ എന്റെ ടാർഗറ്റ് പെട്ടതല്ല. ഇപ്പം ഞാൻ ഡിഗ്രി ഇൻസ്റ്റിറ്റ്യൂഷനാണ് നടത്തുന്നത്. അപ്പം 18 വയസ്സ് വരെയുള്ള ഒരാളും എന്റെ ടാർഗറ്റ് ഓഡിയൻസ് അല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ കൂടുതലും ഡിഗ്രി പഠിക്കൂല, അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞവർ പഠിക്കൂല, അതിന് താഴെയുള്ളവരെ പഠിക്കാം. അപ്പൊ ഞാൻ എന്താ ടാർഗറ്റ് ചെയ്യാം, 18 to 40. അപ്പം ഇതിനിടയിലുള്ള മലയാളികളായ ഓഡിയൻസിന് മാത്രമായിട്ട് എന്റെ പ്രൊഡക്റ്റിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആവശ്യക്കാരിലേക്ക് എത്തൂലേ? ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ മെറ്റ ആഡ് സംഭവിക്കുന്നത്. അപ്പൊ അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സെയിൽസ് ആണ്. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മെറ്റ ആഡ്സിനെ നിങ്ങൾ ചെറുതായിട്ട് കാണണ്ട, ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. നമ്മൾ പൊതുവെ ഈ ഒരു ലൈവ് സെഷൻ വെക്കില്ലെന്ന് വെച്ചാൽ കഴിഞ്ഞതിൽ ഉണ്ടായവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കുക, ആ ഡൗട്ടുകൾ നമ്മളേതായ രീതിയിൽ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. സോ അപ്പം നേരെ ആ ഒരു സെഷനിലേക്ക് തന്നെ കടക്കുന്നതായിരിക്കുമല്ലോ നല്ലത്, ഇബ്രാഹിം കാ? അതന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നല്ലത്. ഓക്കെ. ഫസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയോ അതല്ലെങ്കിൽ നിങ്ങളെ ബിസിനസിന്റെ സാധ്യതകളെ പറ്റിയോ അങ്ങനെ എന്താണെങ്കിലും. ഹലോ, ആരുമില്ലേ? ഒരാളെ ചോദിച്ചോളി.
ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചോദിച്ചോളെ. ഞാനിപ്പോ നിങ്ങളെ ക്ലാസ് കേട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോ ഞാന് പിന്നെ അവയർനെസിന്റെ ക്ലാസ് ആണ് ഇപ്പൊ കേട്ട് കഴിഞ്ഞത്. നമ്മുടെ ക്യാമ്പയിൻ പിന്നെ അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മളെ പിന്നെ ഇനി അടുത്ത് കേൾക്കാനുള്ള ട്രാഫിക്കിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് കേൾക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പം ഏതിലാണ് കൊടുക്കേണ്ടതെന്ന് അറിയാനാണ്. ഓക്കെ, നിങ്ങളെ പ്രൊഡക്റ്റ് എന്താന്ന് പറയൂ. ഞാൻ ഒരു പിന്നെ എന്താ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അത് മൊബൈൽ വഴി ഡിസൈൻ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി പിന്നെ അതായത് നിങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കോഴ്സ് സെയിൽ ചെയ്യാനോ ചെയ്യുന്നത്, അതോ നിങ്ങൾ പഠിക്കാണെന്നാണ് ഉദ്ദേശിച്ചത്? സെയിൽ ചെയ്യാൻ ഞാൻ പഠിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ ഓഡിയൻസിലേക്ക് എത്തണമല്ലോ. അപ്പൊ ആ ഒരു നമ്മളൊരു നല്ലൊരു ഈ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ്? ട്രാഫിക്കിലാണോ അതല്ല അവയർനെസ്സിലാണോ കൊടുക്കേണ്ടതെന്നാണ്. അവയർനെസ് കൊടുത്താൽ കൂടുതൽ റീച്ച് കിട്ടുന്നതല്ലേ? ഹലോ ഇബ്രാഹിം, ഏതാണ് ബെസ്റ്റ്? അവയർനെസ് എന്ന് പറയുന്നത് നമ്മള് മെസ്സേജ് കൺവേർഷൻസ് ഉണ്ടാവില്ല, ഒരു നോട്ടീസിന്റെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കൺവേർഷൻസ് വരണമെങ്കിൽ പിന്നെ എൻഗേജ്മെന്റ്, ട്രാഫിക്, സെയിൽസ്. അപ്പൊ എൻഗേജ്മെന്റിലും ട്രാഫിക്കിലും ചെയ്യുന്ന ഏറ്റവും നല്ലത്. നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വാട്സപ്പ് ത്രൂ നമുക്ക് മെസ്സേജ് ഇങ്ങോട്ട് വരണം നമ്മളെ പോസ്റ്റർ കണ്ടിട്ട്. അതെ, അതിന് ഏറ്റവും നല്ലത് ട്രാഫിക്, എൻഗേജ്മെന്റ്. ഹലോ അബ്ബ എന്നുള്ളവര് ഇവരൊന്ന് ചെയ്തിട്ട് ചോദിച്ചാൽ മതിയോ? ഓക്കെ നബീൽ, എന്റെ ഒരു സംശയം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങള് പറഞ്ഞതിൽ ആദ്യത്തെ 3-4 സെന്റൻസ് തന്നെ മീറ്റ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. വാട്ട് ഈസ് മീറ്റ? എന്താ ആദ്യം മീറ്റ എന്ന് പറയുന്നത്? ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടോണ്ടാണ് പിന്നെ ഞാൻ മെറ്റനെ പറ്റി പറയാതിരുന്നത്. മെറ്റ എന്ന് പറഞ്ഞാല് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഈ 3 പ്ലാറ്റ്ഫോമും കൂടെ ഉള്ള ഒരു കമ്പനീന്റെ പേരാണ് മെറ്റ. പിന്നെ ഒരു പ്രത്യേകത എന്നുള്ളത്, മെറ്റ എന്നുള്ളത് ഇപ്പൊ നമ്മൾ AI കാലാണ്, മനസ്സിലായോ? ഈ AI മാറിയിട്ട് ഇനി വേറൊരു യുഗം വരാനുണ്ട്. അതായത് പക്ക വേറൊരു ലെവലായിരിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് അതിന് പറയുന്ന പേരാണ് ഈ മെറ്റ എന്നുള്ളത്. ആ ഒരു ഇപ്പം AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയൂലേ, അതുപോലെ വേറൊരു പ്ലാറ്റ്ഫോം. സോ ആ ഒരു വരാനിരിക്കുന്ന കാലത്തിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിനേക്കാൾ വലിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിന്റെ പേര് മാറ്റിയിട്ട് മെറ്റ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇവര് പേരിട്ടത്. അതാണ് ഈ 3 സംഭവം പ്ലാറ്റ്ഫോമും കൂടെ ഒരു സംഭവത്തിൽ പറയുന്ന പേരാണ്. ഒരു കമ്പനി പേരൊക്കെ പറയൂലേ, പവേർഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ മെറ്റ. ഒന്ന് മ്യൂട്ട് ചെയ്തോളി അബ്ബ. അത് ക്ലിയർ ആയില്ലേ? ഹലോ, ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യോ? മറ്റൊരു ഡൗട്ട്. ഇബ്രാഹിംക്ക് ഒന്ന് അവരെ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നേരത്തെ ചോദിച്ച ആരിഫ് ലത്തീഫിനോട്, നമ്മള് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാഫിക്കോ അല്ലെങ്കിൽ എൻഗേജ്മെന്റോ ഈ രണ്ടും ചെയ്യുന്നത് നമുക്ക് ബെസ്റ്റ് ആണ്. പക്ഷെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പോസ്റ്റർ. പ്രൊഡക്റ്റ് എന്താന്നുള്ള സാധനം നമ്മൾ കൊടുക്കാണ്. ഇപ്പം നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഏകദേശം എത്ര രൂപക്ക് സെയിൽ ചെയ്യുന്നത്? ഹലോ ആരിഫ് ലത്തീഫി. കേൾക്കുന്നുണ്ട്. നമ്മള് ഡിസൈൻ കോഴ്സ് 399 രൂപ ഫീസ് വാങ്ങിയിട്ടാണ് നമ്മൾ കോഴ്സ് പഠിപ്പിക്കുന്നത്. ഓക്കെ, 399 രൂപ. കോഴ്സ് ആണ്. കോഴ്സിന്റെ പോസ്റ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്? അത് പല രൂപത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യല്. നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യല്. ഓക്കെ, നമ്മൾ ഇതില് ഒറ്റ ടൈം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് മൊബൈലിൽ കൂടെ എങ്ങനെ ഗ്രാഫിക് ഡിസൈൻ നടത്താന്നുള്ളതല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കേണ്ട സാധനമാണെന്ത്?
മൊബൈൽ കൂടെ എങ്ങനെ നമ്മൾ എഡിറ്റിംഗ് ചെയ്ത് പഠിക്കാന്നുള്ള സാധനം മനസ്സിലായോ? ആ സാധനത്തെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുക. കാരണം ഒരുപാട് ആളുകൾക്ക് ആവശ്യം എന്താണ്? മൊബൈൽ കൂടെ. കാരണം ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് ഡിസൈൻ ചെയ്യണ്ടേ? അതായത് ഏതൊരു പ്രൊഡക്റ്റിനും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ബിസിനസ്മാന്റെ മൈൻഡും വേറെയാണ്, ക്ലയന്റിന്റെ മൈൻഡ് വേറെയാണ്. ഇപ്പം ഞാനൊരു ബിസിനസ് നടത്താണ്, നിങ്ങളെ താല്പര്യം എന്താ? നിങ്ങളെ കോഴ്സിന് 1000 രൂപ കിട്ടാന്നുള്ളത് നിങ്ങളെ താല്പര്യമല്ലേ? പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് 399 വെക്കുന്നത്? ക്ലയൻസിന്റെ താല്പര്യം എന്തല്ല? 1000 രൂപക്ക് കോഴ്സ് വാങ്ങൂല, നിങ്ങൾക്കറിയാം. അതായത് ക്ലയൻസിന്റെ മൈൻഡ് സെറ്റ് വേറെയാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. പക്ഷെ രണ്ടാൾക്കാരുടെയും നടുവിലെത്തുന്ന ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അവിടെയാണ് കൺവേർഷൻ സംഭവിക്കുള്ളൂ. ഇനി ക്ലയൻസിന്റെ മൈൻഡ് സെറ്റിലേക്ക് മാത്രം ഇറക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൺവേർഷൻ വരും. അതായത് നമ്മൾ ഫ്രീ കോഴ്സ് കൊടുത്താൽ ഇഷ്ടംപോലെ ആൾക്കാർ കയറൂലേ? സത്യത്തിൽ നമ്മൾ കൊടുക്കുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ കൊടുത്തത്. ബട്ട് ക്ലയൻസിന്റെ മൈൻഡ് സെറ്റിൽ പൈസ ചെലവാക്കാൻ ഒരാളും ഇഷ്ടപ്പെടൂല. അത് നിങ്ങൾ നമ്മുടെ കോഴ്സ് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആഡ്സിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് നമ്മളിൽ ചെയ്തു? നമ്മളിൽ റേറ്റ് കുറവായതുകൊണ്ട് അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ക്ലയൻസിന് എന്താണ് ആവശ്യം? ആ ക്ലയൻസിന്റെ ആവശ്യം മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിപാടി എന്താണെന്നറിയോ? നിങ്ങളെ പ്രൊഡക്റ്റ് ഇതില് മൊബൈൽ കൂടെ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാണ്. നമ്മൾ ഒരു 5 ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും. അവരോട് നമ്മൾ ചോദിക്കുക നിങ്ങളെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കുക. ഇപ്പം എന്റെ ഡിഗ്രി ഇപ്പം ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് എന്താണ്? നിങ്ങളിൽ നിന്നാണ് എനിക്ക് എന്ത് മനസ്സിലാവുക? ക്ലയൻസിന്റെ ആവശ്യം മനസ്സിലാവും. ഒരിക്കലും ഞാൻ എന്റെ ഭാഗത്ത് ചിന്തിച്ച ക്ലയൻസിന്റെ ആവശ്യം എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ എപ്പോഴും ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് കുറക്കും. കാരണം ഫീച്ചേഴ്സ് കൂടുമ്പോൾ സാലറി കൊടുക്കേണ്ടി വരും. നോട്ട്സ് പ്രത്യേകം ഉണ്ടാക്കുമ്പോൾ സാലറി കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യൂല? നോട്ട്സ് ഓവർ ഉണ്ടാക്കാൻ നിൽക്കൂല. കാരണം സാലറി കൂടിയാൽ എനിക്ക് ഡൗൺ വരും. മനസ്സിലായോ? പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ക്ലയൻസിന്റെ ആവശ്യം എന്താണ്? അവർക്ക് നോട്ട്സ് നിർബന്ധമാണ്. എക്സാമിന്റെ സമയത്ത് സിമ്പിളായി പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആ സംഭവത്തിൽ ക്ലയൻസിന്റെ ആവശ്യം പരിഗണിച്ചാൽ മാത്രമേ എന്റെ ബിസിനസ് എന്താവുള്ളൂ? വളരുകയുള്ളൂ. ഫസ്റ്റ് ലെവല് അതാണ്. ബിസിനസ് മാന്റെ മൈൻഡും ക്ലയൻസിന്റെ മൈൻഡും ഉണ്ടാവും. നമ്മൾ ക്ലയൻസിന്റെ മൈൻഡ് പോലെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന പ്ലാറ്റ്ഫോം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്തു? റീസൺസ് എന്താ? റേറ്റ് കുറവാണ്. മനസ്സിലായോ? ഫസ്റ്റ് ലെവലിൽ നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് റേറ്റ് കുറവായിരിക്കണം. നിങ്ങൾ എവിടുന്ന ഗ്രാഫിക് ഡിസൈൻ എവിടുന്നേലും പഠിച്ചാണോ കോഴ്സ് എടുത്തിട്ട്? ഓക്കെ, എത്ര രൂപന്റെ കോഴ്സാ? ഞാൻ ഈ മൊബൈലിൽ പഠിച്ചത് ഞാൻ 2000 രൂപ കൊടുത്തിട്ട് പഠിച്ചതാണ്. 2000 രൂപ ഫേമസ് കമ്പനീന്റെ അടുത്ത് നിന്നാണോ അതോ നോർമൽ ആയിട്ട് വളർന്നു വരുന്നത്? അതെ, ഫേമസ് തന്നെയാണ്. ഫേമസ് തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ 2000 രൂപ കൊടുത്തിട്ട് ആ കോഴ്സിൽ ചേർന്നു? സെയിം സാധനം തന്നെ നമുക്ക് ചെറിയ റേറ്റ് കാണാൻ പറ്റും ബാക്കിയുള്ള അടുത്ത്. ഞാൻ പഠിക്കാൻ കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ബഡ്ജറ്റിനൊക്കെ. ചെറിയ ബഡ്ജറ്റിന്. പക്ഷെ എന്തുകൊണ്ട് വലുതിലേക്ക് സെലക്ട് ചെയ്യുന്നുള്ളതാണ്? ബിക്കോസ് അതിന്റെ ബ്രാൻഡാണ്. അതായത് ഏതൊരു ബിസിനസ് വളരണമെങ്കിലും 3 രീതികൾ ഉണ്ടാവും. ഒന്നെങ്കിൽ ആ ബിസിനസിന്റെ ഡിസ്കൗണ്ട്, അതല്ലെങ്കിൽ ആ ബിസിനസിന്റെ ബ്രാൻഡ്, അതല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്. ഈ 3 സംഭവം കൊണ്ട് എന്ത് ചെയ്യും? ഒരു സംഭവം വളരും. ഉദാഹരണത്തിന് നമ്മള് ഇപ്പം നിങ്ങളൊരു എന്താണ് നിങ്ങളെ പ്രൊഡക്റ്റ് പറഞ്ഞ ഗ്രാഫിക് ഡിസൈൻ. ഓക്കെ, അപ്പൊ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ക്ലയൻസിന്റെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി. രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യാണ്? ഹലോ, കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഫസ്റ്റ് സെയിലും വളർന്നു വന്ന രീതി എങ്ങനെയാണെന്നറിയോ? ലക്ഷ്യവും ബ്രില്യന്റ് പാലായും തോന്നുന്നു. അതും 1 ലക്ഷത്തിന് കൊടുക്കുന്ന കോഴ്സ് സെയിൽ എന്ത് ചെയ്തു? 10,000 രൂപ കൊടുത്തു. അപ്പം സെയിലത്തിന് എന്തായി? 10,000-ൽ കുറവ് കിട്ടോ? 10,000 പോലും ഇല്ല. അപ്പൊ സെയിലത്തിന് എന്തായി? പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തി. എപ്പോഴും നമ്മുടെ ബാക്കിയുള്ളവരുടെ റേറ്റ് നോക്കിയിട്ട് നമ്മളെ കോഴ്സ് സെയിൽ ചെയ്യരുത്. എല്ലാവരോടും പറയാനുള്ളതാണ്, നിങ്ങൾ ഒരിക്കലും സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള കോമ്പറ്റീവേഴ്സ് സെയിൽ ചെയ്യുന്നത് 1000 രൂപയ്ക്കാണ്, അതുകൊണ്ട് ഞാനും 1000 രൂപക്ക് സെയിൽ ചെയ്യുമെന്ന് പറയരുത്. ഓക്കെ, നിങ്ങൾ കുറക്കാണ് എങ്കിൽ നിങ്ങൾ 900 രൂപ കൊടുക്കരുത്. കാരണം എന്താ? 1000-900 വലിയ വ്യത്യാസമില്ല. അപ്പോഴും എക്സ്പീരിയൻസിലെ ടീമിനെ ആൾക്കാർ ചൂസ് ചെയ്യുള്ളൂ. ബട്ട് നിങ്ങൾ 500 രൂപക്ക് കൊടുത്താൽ 1000 രൂപന്റെ കോഴ്സ് നിങ്ങളെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഉണ്ടാവൂലേ? കാരണം എന്താണ്? നമ്മൾ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ പകുതിന്റെ അടുത്തെങ്കിലും ഡിസ്കൗണ്ട് വേണം. അതെന്താ? പ്ലീസ് ഓഫ് കേരള ഹൺസ് വീഡിയോ ഏതെങ്കിലും ആളുടേതാണോ? ഓഫ് ചെയ്തോ? ഹലോ, ഒന്ന് മൈക്ക് വന്നോ കേട്ടോ. മെസ്സേജ് അയച്ച ആള്
ഫോട്ടോ ഫാക്ടറി മീഡിയ. ഇപ്പൊ ഫൈനുണ്ട് ആളുടെ ആ വീഡിയോയെ കേൾക്കുന്ന കുറച്ച് നമ്മളെ ശ്രദ്ധ മാറിപ്പോണ്ടേ. ഓക്കെ 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 ഓക്കെ. ഞാൻ വേറെ എന്താണെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ഫസ്റ്റ് ലെവൽ മനസ്സിലായി. ഞാൻ സെയിൽസ് മാർക്കറ്റിംഗിന്റെ കാര്യം എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഇട്ടിരുന്നത്. അതായത് നിങ്ങളെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ 1000 രൂപക്ക് കോഴ്സിന്റെ ആഡ്സ് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ലീഡ്സ് വരൂല. കുറെ ആൾക്കാർ ചെയ്യുന്ന പൊട്ടത്തരാണ്. നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിനല്ലേ നമ്മൾ ഇട്ട് കൊടുത്തത്, പക്ഷെ നമുക്ക് ലീഡ്സ് വരുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം. അതിനുള്ള മെയിൻ റീസൺ ഇതാ, നമ്മൾ കോമ്പറ്റീറ്റീവേഴ്സിന്റെ അടുത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവണം. അതിലുള്ള ഏറ്റവും വലിയ ഫീച്ചറാണ് ഡിസ്കൗണ്ട് എന്നുള്ളത്. അത് നമ്മൾ പരമാവധി കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ കീപ്പ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. രണ്ടാമതെന്നുള്ളത്, നമ്മൾ ഈ കൺവേർഷൻ വന്നു കഴിഞ്ഞാല് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തും വേണം, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ കൊടുക്കുന്ന സെയിം ഫീച്ചേഴ്സ് കൊടുക്കണം. സേലം 10,000 രൂപന്റെ താഴെയുള്ള കോഴ്സാണ് കൊടുത്തെങ്കിൽ പോലും സേലത്തിന്റെ ക്ലാസ്സിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ലക്ഷ്യം കൊടുക്കുന്ന പോലെ സെയിൽ എന്ത് ചെയ്തു, ലാഭം ആഗ്രഹിക്കാണ്ട്, പക്ഷെ സെയിൽ എന്ത് ചെയ്തു, ലാഭം ആഗ്രഹിക്കാണ്ട് നല്ല ഫാക്കൽറ്റീസ് വെച്ചിട്ട് അതിൽ ക്ലാസ് കൊടുക്കും. ജനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പീപ്പിൾസിൽ 20% ആൾക്കാർ പൈസക്കാരായിരിക്കും, ബാക്കി 80% ആൾക്കാർ മിഡിലോ ലോ ആയിരിക്കും. ഈ മിഡിലിനും ലോക്കും വേണ്ടത് എപ്പോഴും എന്താണ്, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്, അവർക്ക് താങ്ങാൻ പറ്റുന്ന പൈസയാണ്, അല്ലേ? അപ്പൊ നമ്മള് പൈസ കൂട്ടിയിട്ടിട്ട് കാര്യമുണ്ടോ? കാരണം എപ്പോഴും പൈസക്കാരെ നോക്കുക ബ്രാൻഡഡ് കമ്പനിയാണ്. അപ്പൊ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ആരെ പിടിക്കണം, ബാക്കി 80% ആൾക്കാരെ പിടിക്കണം. എന്നിട്ട് ബ്രാൻഡ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഫീസ് കൊടുത്ത് കൂട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. സേലം 10,000 രൂപ കോഴ്സ് കൊടുത്തായിരുന്നു, ബട്ട് ഇപ്പം സേലത്തിന്റെ പല കാര്യത്തിലും 1 ലക്ഷത്തിന് മുകളിൽ ഫീസുള്ള കോഴ്സുകൾ ഉണ്ടല്ലോ. കുറവാണ്, ബട്ട് അവർക്ക് ഫീസുകൾ വരുന്നുണ്ട്, പക്ഷെ അത് പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ട്. റീസൺ എന്താ? അവര് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുത്തു, പീപ്പിൾസിന് ഇടയിലേക്ക് ഇറങ്ങി. മനസ്സിലായോ? ഈ സെയിം സാധനം നമ്മുടെ ഒക്കെ ബിസിനസ്സിൽ എന്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഫീസ് എപ്പോഴും കുറച്ചിട്ടുള്ള പോസ്റ്റർ, നിങ്ങളൊക്കെ ഫീസ് കുറച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോസ്റ്ററിനെ റൺ ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1000 അല്ലെങ്കിൽ 2000 സ്റ്റുഡൻസ് ആവുന്നവരെ എന്ത് ചെയ്യുക, ഫീസ് നല്ലോണം കുറച്ചിടുക. അങ്ങനെ 2000 സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡായി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2000 ആൾക്കാരെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 399 കൊടുത്ത ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടാവും. മനസ്സിലായോ? അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസ്റ്റയിലും കാര്യത്തിലൊക്കെ ഇട്ട ഡിമാൻഡ് ഉണ്ടാവും. അതാ പറഞ്ഞു 399 എന്ന് പറയുമ്പോൾ ഡിസൈൻ പഠിക്കാന്നുള്ളത് ഒന്നെങ്കിൽ കുറെ ആൾക്കാരെ കുറച്ച് കാണും. മനസ്സിലായോ? അപ്പൊ നമുക്ക് പരമാവധി 99 രൂപക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കൂലേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഇല്ലല്ല. അപ്പൊ നമ്മൾ പരമാവധി ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യാം, ആ ഒരു സംഭവം കുറച്ച് കൊടുക്കുന്നത് ബെറ്റർ. ഞാനിപ്പോ പുതിയ ആഡ് ചെയ്ത് 299 ആക്കി ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ ആൾക്കാർ വരാൻ തുടങ്ങിയില്ലേ? അതില്ല, ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ നീ തുടങ്ങുന്ന നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പ്ലാറ്റ്ഫോമിലൂടെ അത് ഒന്ന് ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് എങ്ങനെയാ കൊടുക്കുന്നത്? യൂട്യൂബോ ഡ്രൈവോ അങ്ങനെ എന്തെങ്കിലും ആണോ? യൂട്യൂബാ. യൂട്യൂബ്. അടുത്ത പ്രശ്നം ഇതാണ്, എന്താണെന്നറിയോ? നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ, ഇതിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതല്ലാത്തവരും ശ്രദ്ധിക്കുക. എന്താന്ന് വെച്ചാല്, നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ബ്രാൻഡ് ഡെവലപ്പായി വരണമെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. ഐഫോൺ ഒരു നിശ്ചിത എണ്ണം മാത്രമേ അടിക്കുള്ളൂ, അതറിയോ? അതെ. കാരണം എന്താ? ബ്രാൻഡ് ബിൽഡ് ചെയ്താണ്, പക്ഷെ ആ സംഭവം മൊത്തം പോകും. അത് എത്ര റേറ്റ് ആണെങ്കിലും ആൾക്കാർ വാങ്ങും, കാരണം അതിന് ഡിമാൻഡ് ഉണ്ട്. നമ്മള് ഇപ്പം എന്താന്ന് വെച്ചാല്, നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ആളുകൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു സ്കൂൾ ഗ്രൂപ്പാണ് വിചാരിക്കുക. അപ്പൊ അവര് പറയാണ്, എടാ നീ ക്ലാസ് വാങ്ങിയിട്ട് ലിങ്ക് എനിക്ക് അയച്ചാൽ മതി. തീർന്നില്ലേ? ആ അഡ്മിഷൻ കിട്ടൂലല്ലോ. അങ്ങനല്ല ഞാൻ ചെയ്യുന്നത്. പ്രൈവറ്റ് ആണോ അൺലിസ്റ്റ് ആണോ? ഞാൻ പ്രൈവറ്റ്, അത് പ്രൈവറ്റ് നമ്മൾ മെയിൽ ഐ ഡി വെച്ചിട്ട് പ്രൈവറ്റ് ആക്കാം. മനസ്സിലായി എനിക്കറിയാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. റെക്കോർഡ് പറ്റും, കാര്യങ്ങളൊക്കെ പറ്റും. ആ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് ഒരു മെയിൽ ഐ ഡി ഒരു ചങ്ങായി പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടെ ഒരു മെയിൽ ഐ ഡി ഷെയർ ചെയ്ത് കാണാന്ന് പറഞ്ഞാലൊക്കെ നടക്കും. മനസ്സിലായോ? ദാറ്റ് ഈസ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ ആണ്. എപ്പോഴും കണ്ടന്റ് സേഫ് ആയിരിക്കും. ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയുള്ള സാധനം. ഇപ്പം എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. എന്റെ ക്ലാസ് നടന്നു, എന്റെ നോട്ട്സ് പറഞ്ഞാൽ പക്ക ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പം ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് 30 പേജ് കൊടുക്കുന്ന നോട്ട്സ് ഞാൻ 5 പേജിൽ ചുരുക്കി. മനസ്സിലായോ? അപ്പൊ ഉണ്ടായ സംഭവം എന്താ? കാരണം എന്റെ കോഴ്സിന്റെ നോട്ട്സിന് ഡിമാൻഡ് വന്നപ്പം ആൾക്കാർക്ക് മനസ്സിലായി പൈസ കൊടുക്കാണ്ട് ഈ സാധനം കിട്ടൂല എന്ന്. അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്തു. പക്ഷെ ഇതിനു മുമ്പ് എന്റെ കോഴ്സിന്റെ കണ്ടന്റ് പുറത്തു പോയിരുന്നു. ഞാൻ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് കണ്ടന്റ് പുറത്തു പോയപ്പോൾ ഒരുപാട് ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ പറയില്ലേ, നിങ്ങളുടെ നോട്ട്സ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട്, അതുകൊണ്ട് നമുക്ക് കോഴ്സ് വേണ്ടെന്ന്. എനിക്ക് നെക്സ്റ്റ് ആണ്.
മനസ്സിലായോ? എപ്പോഴും എന്ത് പ്രൊഡക്റ്റും നമ്മൾ നിശ്ചിത ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അതിന്റെ ഡിമാൻഡ് കീപ്പ് ചെയ്തിരിക്കണം. ചെറിയ റേറ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ സാധനത്തിന്റെ ക്വാളിറ്റി. മനസ്സിലായോ? ഓക്കെ ആണോ? നമുക്ക് അറിവില്ല എങ്ങനെയാണ് ചെയ്യലെന്ന്, അതുകൊണ്ടാണ് ഈ ഒരു മാർഗം സ്വീകരിച്ചത്. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, വേണം ഞാൻ ചെയ്തുതരാം. നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നത് ബെറ്റർ ആണ്. ഏത് കോഴ്സും നമുക്ക് പിന്നീട് കൊടുക്കാൻ പറ്റും. ഓക്കെ ആണോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ. ഡൗട്ടൊക്കെ മൊത്തം ക്ലിയർ ആയോ? ക്ലിയർ ആയി, താങ്ക് യു. ഓക്കെ. അടുത്ത ആൾക്ക് എന്തെങ്കിലും ഉണ്ടോ? വേറൊരാള്? ഹലോ, വേറെ ആരെങ്കിലും? ആരുമില്ലേ? ഇന്ററാക്റ്റീവ് സെക്ഷൻ ആട്ടോ. ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണെന്ന് പറയാ. അതാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ടുള്ളതാ. നമ്മള് വേറെ ഒന്നും പറയാൻ വേണ്ടിട്ടല്ല. അല്ലെങ്കിൽ ക്ലാസ് രീതി മാറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പ് വരും. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളതേ പറഞ്ഞോളി. വേറെ കൂടെ ഞാൻ പുതുതായിട്ട് ഒരു ആഡ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കണ്ടേ. അപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്രെയിംസ്, അങ്ങനത്തെ പിന്നെ ക്യൂലിംഗ് ആയിട്ട് പറഞ്ഞിട്ടൊരു പേപ്പർ ആർട്ടിന്റെ ഒക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷെ വലിയ ഒരു ഇതായതുകൊണ്ട് തന്നെ ഞാൻ ആഡ് റൺ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പം അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ടാർഗറ്റിലെത്തി നിൽക്കുമ്പോൾ നമുക്കത് ഞാൻ കുറച്ച് ഒരു 2-3 സെലക്ട് ചെയ്തു. ബട്ട് ഇപ്പോഴും ഞാൻ സ്ക്രീൻഷോട്ട് ഇബ്രാഹിംക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടത് ഏത് ബട്ടണായിരുന്നു, ഒരു ബട്ടൺ അത് ആക്റ്റീവ് ആവുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖല ഇങ്ങനെ ചെയ്യാം? ഫ്രെയിംസും കാര്യങ്ങളും ഗിഫ്റ്റ് ഐറ്റംസ്, പിന്നെ ഫ്രെയിംസ്, ക്യൂലിംഗ് ആർട്ട് ഉണ്ട്, ഒരു പേപ്പറിന്റെ ഒരു ആർട്ടൊക്കെ ഉണ്ട്. ആ ഒരു ആർട്ട് നിങ്ങള് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഇല്ലാതെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി, എന്നിട്ട് ഡീറ്റെയിൽ ടാർഗറ്റ് ഇല്ലാണ്ട് ചെയ്യണ്ട. അതായത് ടാർഗറ്റ് ഇല്ലാണ്ട് ചെയ്യുന്നതിനുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഒരുപാട് ആൾക്കാരിലേക്ക് വെറുതെ എത്തും. മനസ്സിലായോ? അപ്പൊ നിങ്ങളെ റേറ്റ് വെറുതെ കളയും. കാരണം നിങ്ങൾക്ക് ലാഭം കിട്ടണ്ടേ? പ്രൊഡക്റ്റിന് നമ്മൾ എപ്പോഴും പൈസ കുറക്കണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസ് എപ്പോഴും കൂടുതലായിരിക്കണം. 100 ആൾക്കാരെ എടുത്തിട്ട് ഒരാളിന് 10 രൂപ കിട്ടിയാലും നമുക്ക് എത്ര ആയി? ഡെയിലി 1000 രൂപയായി. ബട്ട് അപ്പോഴേ നമുക്ക് ആൾക്കാരെ കിട്ടുള്ളൂ. മനസ്സിലായോ? കാരണം ചെറിയ റേറ്റ് ആകുമ്പോൾ കുറെ ആൾക്കാർ വരും. പൈസ കൂട്ടി നമ്മൾ ഒരുപാട് ആഡ് റൺ ചെയ്താൽ നമുക്ക് എപ്പോഴും പൈസ കൂട്ടേണ്ടി വരും, നിർബന്ധമായിരിക്കും. മനസ്സിലായോ? അപ്പം ഡീറ്റെയിൽ ടാർഗറ്റ് എവിടെയാന്ന് നോക്കിയാല് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങളെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കല്ലേ യൂസ്ഫുൾ ആവാ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് ക്രാഫ്റ്റ് ഉണ്ടോ നോക്കുക. മനസ്സിലായോ? ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്, അവര് ജോബിന്റെ മെത്തേഡ് കൊടുക്കുന്ന സമയത്ത്. അതല്ലെങ്കിൽ കൂടുതലും ക്രാഫ്റ്റ് ചെയ്യാറാ ലേഡീസ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ലേഡീസിനെ കൊടുക്കുക. ഓക്കെ. ലേഡീസ് തന്നെ ഞാൻ ഈ ഒരു സാധനം ആക്റ്റീവ് ആകാത്തതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ എനിക്കറിയുന്ന രീതിയിലൊക്കെ സെർച്ച് ചെയ്തു. പിന്നെ അത് വുമൻസ് മാത്രം, ഓള് ചെയ്യണ്ട, വുമൻസ് മാത്രമായിട്ട് ചെയ്യാം, ഏജ് ലിമിറ്റ്. പിന്നെ ഏജില് ഓക്കെ. അതായത് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ നോക്കുക 10 മുതൽ 20 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നവരായിരിക്കോ അല്ലാത്തവരായിരിക്കോ എന്ന് ചിന്തിക്കാം. നമ്മളെ ടാർഗറ്റ്, അതായത് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് നമ്മൾ നോക്കാം ഏജ് എത്രയാണ്, ഇവരെ വർക്ക് എന്താണ്, ഇവർ ഏത് ലെവലിലുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പൊ അവരുടെ രീതികൾ വെച്ച് നോക്കുമ്പോൾ സെയിം സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് കൂടുതൽ എന്ത് ചെയ്യാം, സെയിം സാധനം യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് അവരുടെ ഡാറ്റാസ്, ബയോ ഡാറ്റാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലാണ് ഏതാണ് നമ്മൾ കൊടുക്കുന്ന ടാർഗറ്റ് എന്ന് മനസ്സിലാവാം. നമ്മളെ ക്ലയൻസിനെ വെച്ച് തന്നെ നോക്കിയാൽ മതി. മറ്റേ പ്രശ്നം എന്താണെന്നുള്ളത് ഇബ്രാഹിംക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കോ? എന്താണ് ബട്ടൺ അത് റെഡി ആവാത്തെന്നുള്ളത്? അത് ഒന്നുകിലോ നമ്മളെ ഇതിന്റെ പ്രശ്നം വരും, പിന്നെ ആഡ് റണ്ണാവല്ലേ. അല്ല, ഞാൻ നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? രാവിലെ ആയിരിക്കും അയച്ചത്. ഇബ്രാഹിംക്ക് ഒന്ന് ഗ്രൂപ്പ് പോയിക്കോളൂ. ഗ്രൂപ്പിലാണോ അയച്ചേ? ഞാൻ നോക്കാം. ഞാൻ പേഴ്സണലി അയച്ചാണ്, ഞാൻ നോക്കി പറഞ്ഞുതരാം. അതിനൊരു സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് നമ്മുടെ ഡീറ്റെയിൽ ടാർഗറ്റിന് താഴെ വരുന്നില്ലേ? പെർഫോമൻസ് മേ ബി എഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് വരും. അതിനുശേഷം എന്റെ മനീഷ് എന്നാണ്.
അഭിപ്രായമൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ഇതിൽ ആർക്കെങ്കിലും ബ്രോക്ക് മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അറിയോ? ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടോ? എല്ലാരും ബിസിനസ് ആയിരിക്കുമല്ലോ കൂടുതൽ. ബ്രോക്ക് മൈൻഡ് സെറ്റ് എന്താ, റിച്ച് മൈൻഡ് സെറ്റ് എന്താന്ന് അറിയോ? അറിയെങ്കിൽ അറിയുന്നൊന്ന് ടൈപ്പ് ചെയ്യ നോക്കട്ടെ. വേറെ ആർക്കെങ്കിലും അറിയോ? എല്ലാരും ഒന്ന് ടൈപ്പ് ചെയ്തോളി, എന്നാ അതിനെ കുറിച്ച് പറയാം. ഹലോ, അറിയൂല. ഓക്കെ, ടെൽ അബൌട്ട് ഇറ്റ്. ബ്രോക്ക് മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് രണ്ട് രീതിയിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഇപ്പം ഒരു രീതി, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ പറയൂലേ, നിങ്ങൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവൂല, ഇതിന് ഒരുപാട് ടാസ്കുകളില്ലേ, ഇതിന്റെ പൈസ എങ്ങനെ കണ്ടെത്തുക, ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ കണ്ടെത്തുക, ഇതിന്റെ ക്ലയൻസിനെ എങ്ങനെ പിടിക്കുക എന്നിങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവൂലേ. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കാണ്, ഒരു ജിമ്മിന് എന്റെ കൂടെ ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ജിമ്മ് ഞാൻ തുടങ്ങാണ്, ഒരു ജിം പ്ലാന്. അതിൽ എന്റെ കൂടെ കൂടാൻ തയ്യാറായ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും റെഡിയാണോ? നമ്മളെ മൈൻഡ് എന്താ പറയാ ആ സമയത്ത്? ഒരു ജിമ്മ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ അതിൽ ചെലവ് ചെയ്യണം എന്ന് പറയൂലേ. അതാണ് സത്യം പറഞ്ഞാല് ഒരു ബ്രോക്ക് മൈൻഡ് സെറ്റ് ഉള്ള ആൾ. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ലിമിറ്റേഷനിൽ നിന്ന് ചിന്തിക്കും. നമുക്ക് ഒരിക്കലും കഴിയൂല, നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ചിന്തിക്കൂല. ഉദാഹരണത്തിന് നിങ്ങളെ വാപ്പ, അതായത് എന്റെ വാപ്പ ഇപ്പൊ ഹോസ്പിറ്റലായിട്ട് ഒരു ഓപ്പറേഷൻ ആണ്. ഡോക്ടർ പറഞ്ഞ് 30 ലക്ഷം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറയോ ഡോക്ടറോട്, എന്റെ കയ്യിൽ 30 ലക്ഷം എടുക്കാനില്ല, ഞാൻ ഇനി ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് പറയോ? ഏതെങ്കിലും മകൻ പറയോ അങ്ങനെ? യെസ് ഓർ നോ? ടൈപ്പ് ചെയ്യാം. യെസ് എന്ന് പറയോ? പക്ഷെ എന്താ ഉണ്ടാവാ? നമ്മൾ ഒരിക്കലും പറയൂല. പക്ഷെ ഡോക്ടർ പറഞ്ഞ നാളെ ഉച്ചയാകുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 30 ലക്ഷം എത്തിച്ചേരണം എന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ 30 ലക്ഷം റെഡിയാക്കിയിരിക്കും. കാരണം എന്താ, നമുക്ക് വാല്യബിൾ ആയിട്ടുള്ള നമ്മുടെ വാപ്പന്റെ ലൈഫാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അത് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും ഏതെങ്കിലും രീതിയിൽ നമ്മൾ പൈസ ഒപ്പിക്കും. നേരെ മറിച്ച് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ എഫേർട്ട് എടുക്കൂല. നമ്മളെ മൈൻഡ് പറയാം, നിന്നെ കൊണ്ട് ഇത് കഴിയൂല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, നീ പണിക്ക് ഇറങ്ങണ്ട, അങ്ങനെയല്ല പറയാം. ഇപ്പം ജിമ്മിലേക്ക് ഇറങ്ങാണ്, നിങ്ങള് മൈൻഡ് എന്താ പറയാ, ജിമ്മിലേക്ക് ഇറക്കാനുള്ള പൈസ എന്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യൂല, ഇറങ്ങൂല എന്നല്ല പറയാ. യെസ് ഓർ നോ? അതാണ് നമ്മള്, ഞാൻ പറഞ്ഞോളി. ഹലോ, ജി ഫിക്സ് എന്തോ പറയാമെന്നല്ലോ. ബ്രോക്കൺ മൈൻഡ് സെറ്റ്, അതിനാണ് നമ്മൾ എന്താ പറയാ, ബ്രോക്ക് മൈൻഡ് സെറ്റ് എന്ന് പറയാം. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളെ മൈൻഡിന് നമ്മൾ ചെയ്തു വെച്ച ചില ലിമിറ്റേഷൻസ്, പേടിയാണ് നമുക്ക് പലതും ചെയ്യാൻ. അതിനെയാണ് ബ്രോക്ക് മൈൻഡ് സെറ്റ് എന്ന് പറയാം. ഇവരെന്ത് ചെയ്യുമെന്ന് അറിയോ, ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്. അപ്പൊ ഇവര് ചിന്തിക്കാം, ഈ യാത്ര ചെയ്യണമെങ്കിൽ എത്ര പൈസ ചെലവുണ്ട്, ഞാൻ പോവൂലെന്ന്. അല്ലേ? നമ്മളെന്തുകൊണ്ടാ കുറെ ട്രിപ്പ് പോവാത്തെ? നമുക്ക് പേടിയാണ്, ഇതിന് എത്ര എക്സ്പെൻസ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെ താങ്ങാന്നുള്ളത്. നേരെ മറിച്ച് ഈ സമയത്ത് ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളെന്താ ചിന്തിക്കാന്നറിയോ, ഈ യാത്ര ചെയ്യാണ്, എന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇതിനിടയിൽ, ഞാൻ യാത്ര ചെയ്യുന്നതിനിടയിൽ എനിക്ക് 1000-ലേറെ ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റും. അതിൽ 2 ആള് എന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാല് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ യാത്രയിൽ വന്ന ചെലവ് അവിടെ ഇല്ലാണ്ടാക്കാൻ പറ്റൂലേ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, എനിക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം, ഇപ്പൊ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. എനിക്ക് ഏകദേശം 2 ലക്ഷം രൂപയാണ് ഒരു കമ്പനി എന്നോട് പറഞ്ഞത്. ആ 2 ലക്ഷം രൂപ എന്നോട് കമ്പനി പറഞ്ഞ സമയത്ത്, ഒരു ഊഹമാണ് കേട്ടാ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ആ കമ്പനിയോട് പോയി പറയണത്, ഈ 2 ലക്ഷം രൂപ തരാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പൈസ ചെയ്യാം, പക്ഷെ
എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും, ഇതിന് പകരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ചോദിച്ചു. അവരെന്നോട് പറയാണ് നീ എന്ത് ചെയ്താൽ മതി, 10 ആൾക്കാർക്ക് ആപ്പ് സെയിൽ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, അവിടെ പോയിട്ട് ആ പ്രൊഡക്റ്റ് എനിക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ലഭിക്കും. ഞാൻ എന്ത് ചെയ്തു, ഇവരോട് പറഞ്ഞു ഓക്കെ നിങ്ങളെ പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് പരിചയപ്പെടുത്താം, എനിക്ക് മാർക്കറ്റിംഗ് അറിയാം, ഞാൻ എന്ത് ചെയ്തു തരും, നിങ്ങൾക്ക് 10 ആൾക്കാരെ പിടിച്ചുതരാം, നിങ്ങൾ എനിക്ക് ആപ്പ് ഫ്രീ ആയി ഉണ്ടാക്കി തന്നാൽ മതി. ഒരാൾ എന്താ ചിന്തിക്കുക, അതായത് ബ്രോക്ക് മൈൻഡ് സെറ്റ് ഉള്ള ആള് ചിന്തിക്കുക ഇത്രയും വിലയുള്ള ആപ്പ് എനിക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആള് ഈ ആപ്പ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് എനിക്ക് എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും എന്ന് എന്ത് ചെയ്യും, ആള് ചിന്തിക്കും. മനസ്സിലായോ? ഓരോ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത്, ഇപ്പം നിങ്ങളൊരു ബിസിനസ് മൈൻഡ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങളൊരു പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് ചിന്തിക്കുക ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇത്ര രൂപ വരുള്ളൂ, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രൊഡക്റ്റിനെ ഇത്ര ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, രൂപ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് ബ്രോക്ക് മൈൻഡ് സെറ്റും റിച്ച് മൈൻഡ് സെറ്റുള്ള ആളെ വ്യത്യാസം. അതായത് ഒരാളെപ്പോഴും എനിക്കിത് പറ്റൂല എന്ന് വിചാരിക്കും, മറ്റെപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് ഇതിനെ ഏതെങ്കിലും വഴി കൊണ്ട് നടത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കും. മനസ്സിലായോ? ഇതിനെയാണ് ടോട്ടലി ബ്രോക്ക് മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയാം. ഈ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്ക് ഒരിക്കലും ബാക്കിയുള്ള ആളുടെ കീഴിൽ ഇരുന്നിട്ട് പണിയെടുക്കാൻ പറ്റൂല, വർക്ക് ചെയ്യാൻ പറ്റൂല. അവരെപ്പോഴും ബിസിനസിനെ പറ്റിയേ ചിന്തിക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ അവരെപ്പോഴും ചിന്തിക്കാൻ എന്താണെന്നറിയോ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ മണിക്കൂറിന്റെ വാല്യൂ അറിയോ? ഇതിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഓഫീസ് വർക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഞാൻ സ്വന്തം വർക്ക് ചെയ്യാണ്. സ്വന്തം വർക്ക് ചെയ്യാണ്, അതായത് സ്വന്തം കമ്പനി അല്ലാതെ? ഇല്ല, സ്വന്തം ഷോപ്പിൽ ഇതുവരെ അല്ല, അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ നമ്മള് സ്വന്തം ഷോപ്പായി. ഓക്കെ, സ്വന്തം വർക്ക് ചെയ്യാത്ത ആൾക്കാരുടെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്, അവര് 15,000 രൂപക്ക് ഒരു ജോലി കയറി, പോട്ടെ 20,000 രൂപക്ക് ഡെയിലി 10 മണിക്കൂർ വർക്കുള്ള ഒരു ജോലി കയറിയ അവരുടെ മണിക്കൂറിന് വാല്യൂ എത്രയാണെന്ന് കണക്കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ? 20,000 നല്ല സാലറി ആണോ മോശം സാലറി ആണോ? ഹലോ, ആവറേജ് അല്ലേ ഉള്ളൂ. ഓക്കെ, ആവറേജ് നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. ഒരു ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഒരാളോട് പറയുന്ന സമയത്ത് ആളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളൊരു ഷോപ്പിൽ കയറി വർക്ക് ചെയ്യാണ്, അയാൾ നിങ്ങൾക്ക് തരുന്നത് 20,000 രൂപയാണ് സാലറി തരുന്നത്. ഡെയിലി 10 മണിക്കൂർ വർക്ക് ഉണ്ട്. ഡെയിലി 10 മണിക്കൂർ വർക്ക് ചെയ്ത് 30 ദിവസം വർക്ക് ചെയ്ത് എത്ര മണിക്കൂറായി? 300 മണിക്കൂർ അല്ലേ? 300 മണിക്കൂറിനെ നമ്മൾ എന്ത് ചെയ്യാം, 20,000 രൂപ കൊണ്ട് 20,000 300 കൊണ്ട് ഹരിച്ചു നോക്കിയേ. അതായത് അവന്റെ ഒരു മണിക്കൂറിന്റെ വാല്യൂ എത്രയാണ്? 66 രൂപ. അതായത് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാണ് ഒരു മണിക്കൂർ ഈ പിടി പണിയെടുത്ത് നിങ്ങൾക്ക് ഒരു ജ്യൂസ് ഫ്രീ ആയി തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുവോ? അല്ല സോറി, ആ ഒരു മണിക്കൂർ അവിടെ പണിയെടുക്കോ? മനസ്സിലായോ? ഹലോ, ഞാൻ ജസ്റ്റ് പറയുമ്പോ പറഞ്ഞതാണ്, അതാണ് സത്യം പറഞ്ഞാല് ഒരാളുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത്. അതായത് നമ്മൾ പണിയെടുക്കൂല. ഒരാൾ പറയാണ് നീ 4 മണിക്കൂർ പണിയെടുത്ത ഒരു മന്തി നിനക്ക് ഫ്രീ ആയി തരാന്ന്. സത്യം പറഞ്ഞാൽ 15,000 രൂപക്ക് അല്ലെങ്കിൽ 20,000 രൂപക്ക് 10 മണിക്കൂർ പണിയെടുക്കുന്ന ആളെ അവസ്ഥ എന്താ? ഓരൊരു മന്തി കഴിക്കാൻ 200 രൂപ ചെലവിട്ട ഓനോട്ട് 4 മണിക്കൂർ പണിയെടുത്ത പൈസയാണ് എന്ത് ചെയ്തത്, ഓനൊരു മന്തി കഴിക്കാൻ വേണ്ടി 15 മിനിറ്റ് ഓൻ എന്ത് ചെയ്തത്, ചെലവ് ചെയ്തത്. അതാണ് ഒരു ബ്രോക്ക് മൈൻഡ് സെറ്റും റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾ എപ്പോഴും ഓന്റെ മണിക്കൂറിന്റെ വാല്യൂ ചിന്തിക്കും. ആ മണിക്കൂറിന്റെ വാല്യൂ ചിന്തിച്ചിട്ട് ഓന്റെ ടൈം മാനേജ് ചെയ്തിട്ട് ഓന്റെ മണി മാനേജ്മെന്റിലേക്കും എപ്പോഴും തിരിഞ്ഞിരിക്കും. ജസ്റ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങൾ ആരും ചോദിക്കാതെ കണ്ടപ്പോഴാണ് ഞാൻ പുതിയ ടോപ്പിക് ഇട്ടത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും? ഗുഡ് ഈവനിങ്. നമ്മളൊരു ആഡ് പോസ്റ്റ് ചെയ്യാണ്, നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ മലയാളി പോപ്പുലേഷനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ അത് എവിടെയാണ് മലയാളം സ്പീക്കിംഗ് അല്ലെങ്കിൽ മലയാളം റീഡിങ്, ആ ഒരു ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുക? അതായത് നിങ്ങൾക്ക് ആരാണ് ടാർഗറ്റ് ഓഡിയൻസ്? ഏത് രാജ്യക്കാരാണ്? UAE ആണെന്ന് വിചാരിക്കുക, മിഡിൽ ഈസ്റ്റ്. ഓക്കെ, മിഡിൽ ഈസ്റ്റ് ആണ് നിങ്ങളുടെ ടാർഗറ്റ് മിഡിൽ ഓഡിയൻസ്. ഈസ്റ്റിലാണ് നമ്മളൊരു ആഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് വാസ്റ്റ് ആയിട്ട് ആ ആഡ് ഇപ്പൊ നോൺ മലയാളീസിന് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന് നമുക്ക് കറക്റ്റ് ഇപ്പൊ ഒരു മലയാളീസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ആഡ് ആണെങ്കിൽ അപ്പോ അതിലോട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ആ മലയാളം എന്നുള്ള പാരാമീറ്റർ എവിടെയാണ് നമ്മൾ ഈ ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് അത് ചെയ്യേണ്ടത്?
ഇബ്രാഹിം ഞാൻ പറയുന്നത് ശരിയാണല്ലോ നോക്കിക്കോളെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ പറയാം. ഒന്ന് വെച്ചാൽ നമ്മൾ UAE കൊടുക്കാം രാജ്യം. നിങ്ങൾ ഏത് രാജ്യമാണോ സെലക്ട് ചെയ്യുന്നത് ആ രാജ്യം സെലക്ട് ചെയ്യാം. എന്നിട്ട് ലാംഗ്വേജിന്റെ സ്ഥലത്ത് മലയാളം കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കാൻ പറ്റൂലേ ഇബ്രാഹിം? നിങ്ങള് അത് ചെയ്താൽ മതി. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ വീഡിയോ കണ്ടിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ആഡ് പോസ്റ്റ് ചെയ്തു. അപ്പോ എനിക്ക് എൻഗേജ്മെന്റ് ക്യാമ്പയിനിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാൻ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ആയിരുന്നു ചെയ്തിരുന്നത്. ലീഡ് ജനറേഷനിലും ഏതിലാണെങ്കിലും നമ്മളെ ലൊക്കേഷന്റെ താഴെ വരുന്നുണ്ട്. ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഷോ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ ഒന്നും കൂടി കണ്ടാൽ മതി. നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ലീഡ്സ് ക്യാമ്പയിൻ ആണെങ്കിലും ഏത് ക്യാമ്പയിൻ ആണെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ വരുന്നുള്ളൂ. പിന്നെ ചെറിയ മാറ്റങ്ങളാണ് എല്ലാ ക്യാമ്പയിനിലും വരുന്നുള്ളൂ. ഓക്കെ. രണ്ടാമതൊരു ഞാൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഇപ്പൊ നമ്മളൊരു ബജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 500 rupees ബജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് ഡേയ്സ് ഓരോ ദിവസം ഇപ്പൊ എനിക്ക് 100 രൂപയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ അങ്ങനെ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ 500 എന്നിട്ട് ഓപ്പൺ സ്റ്റാർട്ട് ഡേറ്റ് മാത്രം കൊടുത്താൽ മതിയോ? അതെങ്ങനെയാണ് മന്ത്ലി ഡെയിലി ബജറ്റ് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഡെയിലി ബഡ്ജറ്റ് 500 സെറ്റ് ചെയ്യാലോ? അല്ല 500 അല്ല, ഞാനിപ്പോ എന്റെ വാലറ്റിലേക്ക് ഞാൻ 500 രൂപ ഇട്ടു. ഞാൻ ഡെയിലി 100 rupees വെച്ചിട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മളെ മൊബൈലിലൊക്കെ റീചാർജ് ചെയ്യുന്ന പോലെയാണ് ഇതും വരുന്നത്. നിങ്ങൾക്ക് വാലറ്റിൽ ഇനി എത്ര വേണമെങ്കിലും 1000 അല്ലെങ്കിൽ 5000 10,000 എത്ര വേണമെങ്കിലും വാലറ്റിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസം സ്പെൻഡ് ചെയ്യുന്നത് അതിൽ നിന്ന് ഇങ്ങനെ കട്ടായി പോലാണ്, അല്ലാതെ ഒന്നിച്ചു പോകില്ല. നിങ്ങൾ ഡെയിലി എത്രയാണോ ബഡ്ജറ്റ്, ഇപ്പോൾ 200 സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് 24 hours ആ 200 ഡെയിലി സെറ്റ് ചെയ്യും. പിന്നെ അതിന് സ്പെൻഡ് ചെയ്യും. പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് 200 ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് ചിലപ്പം 250. അപ്പോൾ നിങ്ങൾ ആ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ തന്നെ കാണിക്കുന്നുണ്ട് ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫേസ്ബുക്ക് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ 200 നിങ്ങൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് 200 ആവില്ല, ചിലപ്പോൾ ഒരു 250 300 വരെയൊക്കെ പോവും. അതവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ആ രീതിയിലാണത് കട്ടായി പോകുന്നത്. അപ്പോൾ നമുക്ക് വാലറ്റിൽ എത്ര വേണമെങ്കിലും പ്രീപെയ്ഡ് ആയിട്ട് ബാലൻസ് കീപ്പ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടോ ശരിക്കും? ഹലോ. അല്ല, എനിക്ക് അതില് ആ ഫീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ ആദ്യം ഒരു ദിവസം 200 ഇട്ടപ്പോൾ അത് പെട്ടെന്ന് ആ 200 മറ്റേ ദിവസം തന്നെ പോയി. അതിൽ എനിക്ക് തോന്നുന്നു എൻഡ് ഡേറ്റ് ഞാൻ നെക്സ്റ്റ് ഡേ ഇട്ടു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ 200 അങ്ങ് പോയതുണ്ട്. ഓപ്പൺ ആക്കിയിട്ടല്ല, സ്റ്റാർട്ട് ഡേറ്റ് കഴിഞ്ഞ് 1 day വെച്ചിട്ടാണ് എൻഡ് ഡേറ്റ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഫുൾ 200 പോയത്. പിന്നെ ചില ആളുകൾ ഒന്നിച്ച് ഒന്നിച്ച് പോകില്ല, നമുക്ക് ചെറിയ എമൗണ്ട് ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഹലോ. ആരെങ്കിലും ഒരാള്, ഒരു സൽമാൻ എന്ന് പറഞ്ഞ ആള് ആദ്യം. ഹലോ. പിന്നെ ഞാൻ ഒരു ആഡ് റൺ ചെയ്തപ്പം ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതിന്റെ ടാർഗറ്റ് നമ്മുടെ ലൊക്കേഷൻ കൊടുത്തപ്പം ഈവൻ നമ്മുടെ പിൻകോഡ് കൊടുത്തിട്ട് പോലും നമ്മുടെ ആ പിൻകോഡിലല്ലാതെ ഭയങ്കര ഡിസ്റ്റന്റ് ആയിട്ടുള്ള അവിടെ നിന്നൊക്കെയാണ് എൻക്വയറീസ് വരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നൊക്കെയാണ് വരുന്നത്. നമ്മളെ മലപ്പുറം ഏരിയയാണ് കൊടുത്തിരുന്നത്, പക്ഷെ അത് ട്രിവാൻഡ്രത്ത് നിന്ന് അതല്ല, ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണോ അതവിടെ മലപ്പുറത്തെ ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ നോക്കിയായിരുന്നോ? അല്ല, അവര് ട്രിവാൻഡ്രത്ത് റെസിഡൻസ് തന്നെയാണ്, അവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പൊതുവെ ഇവരിങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. ആര് നമ്മൾ ഓഡിയൻസിന് കൊടുക്കാന്നുള്ളത് മെറ്റക്കാണ്. പക്ഷെ മെറ്റ അതില് ചില ആൾക്കാർ എത്തിക്കുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ചിലപ്പം നമ്മൾ ചില ഓഡിയൻസിന് കൊടുത്തു കഴിഞ്ഞാല് ഇതിലെന്താ സംഭവിക്കുക വെച്ചാല് നമ്മള് ഇതിന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ പ്രൊഡക്റ്റ് ഏത് രീതിയിലുള്ളതാണത് മെറ്റ ഒബ്സർവ് ചെയ്യും. AI ആണല്ലോ. എന്നിട്ട് അതില് സാധാരണ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെ ചില സമയത്ത് ഇൻക്ലൂഡ് ആക്കാറുണ്ട്. പക്ഷെ മെജോറിറ്റി എൻക്വയറി വരുന്നത് ഈ ഒരു ഇതേ അല്ല. നമ്മുടെ പിൻകോഡ് ഇപ്പൊ സ്ഥലം ഡബിൾ, ഒരേ സ്ഥലത്തിന് രണ്ട് ലൊക്കേഷൻ പിൻകോഡ് അല്ലാതെ പ്ലേസ് സെലക്ട് ചെയ്തില്ല, അങ്ങനെ കൊടുത്തിട്ടും ഇങ്ങനെ തന്നെ വരുന്നത്. സെയിം അവസ്ഥയാണോ? നിങ്ങള് നമ്മളത് സർവീസ് ആയതുകൊണ്ട്
അപ്പൊ അങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് അവർക്ക് ചെയ്യാനൊന്നും പറ്റൂല. അപ്പം കാര്യമില്ല. ഓക്കെ ഓക്കെ, കാര്യമില്ല. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതി ഇബ്രാഹിം വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അതില്? കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോ നമ്മള് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ഒന്നും കൂടി നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ചില സമയത്ത് ഇപ്പൊ നമുക്കും ഞാൻ +2 ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല ഓഡിയൻസിന്. നമ്മൾ ലാസ്റ്റ് ആഡ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്ത്. +2 കൊടുത്തിട്ട് നമുക്ക് കിട്ടിയത് മുഴുവൻ 35-40 ആ ഏജിലുള്ളവരാണ്. ഫേസ്ബുക്ക് ഇപ്പോൾ എഐന്റെ ഒരു ഇതുകൊണ്ടാണെന്ന് അറിയില്ല, റിസൾട്ട് കുറച്ച് കുറവാണ് ഇപ്പോൾ ചില സമയത്ത്. രീതിയിൽ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. പിന്നെയില്ലേ, ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും വേണ്ടി പറയാണ്, നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ റേറ്റ് വെക്കുന്ന സമയത്ത് നിങ്ങൾ പോസ്റ്ററിൽ നിങ്ങളെ റേറ്റ് നോർമൽ ആയിട്ട് എല്ലാവരും കൊടുക്കുന്ന റേറ്റ് ആണ്, അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് പോസ്റ്ററിൽ കൂട്ടരുത്, അത് കൊടുക്കരുത്. കാരണം സാധാ ആൾക്കാർ ചെറിയ റേറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളെ പോസ്റ്ററിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യൂല. മനസ്സിലായോ? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് വന്നിട്ട് അവര് വെറുതെ അന്വേഷിച്ചു പോകും, നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും, ഇവരൊരു റെസ്പോൺസ് ഉണ്ടാവില്ല. ഇത് പൊതുവേ സംഭവിക്കുന്നതാ. ഏതെന്ന് വെച്ചാല് നിങ്ങളും ഒരുപാട് ആഡ്സിൽ ക്ലിക്ക് ചെയ്യലില്ലേ, മെസ്സേജ് അയക്കയില്ലേ, നിങ്ങൾ അതൊക്കെ കാര്യമാക്കലുണ്ടോ? റേറ്റ് കേൾക്കുമ്പോൾ നമ്മൾ പോവലല്ലേ ചെയ്യാ? ഹലോ, പൊതുവെ അങ്ങനെയാണ് കൂടുതലും ഉണ്ടാവുക. പക്ഷെ ചെറിയ റേറ്റിന്റെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ റേറ്റിന്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും റേറ്റ് കൊടുക്കാം. കാരണം ചെറിയ റേറ്റ് കാണുമ്പോൾ കുറെ ആൾക്കാർ ക്ലിക്ക് ചെയ്ത് വരും. പിന്നെ നമ്മൾ അവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെറിയൊരു റേറ്റിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മളതിൽ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. എന്തിനാന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ ചെറിയൊരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ ആ സാധനം വാങ്ങും. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സാധനത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാലും അവരെപ്പോഴും ചൂസ് ചെയ്യുക നമ്മളെ തന്നെയാണ്. കാരണം നമ്മളെ ഉള്ളിൽ അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്തു. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക. കുറെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇവര് സാധാ കോഴ്സ് ആയിരിക്കും, ഇവര് 3000-4000 എന്നൊക്കെ പറഞ്ഞ് ആഡ് സ്പെൻഡ് ചെയ്യും, പക്ഷെ അവർക്ക് ലീഡ്സ് വരൂല. ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ? അബ്ബ എന്നുള്ളവരും എന്തോ ചോദിക്കണ്ടായിരുന്നു, ചോദിച്ചോട്ടെ. നോക്കൂ, ഇപ്പൊ നമ്മള് അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അതിനെ പറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ടൊരു വീഡിയോ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമോ? അതായത് എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാന്നുള്ളത് സ്റ്റാർട്ടിങ് മുതൽ. അത് എന്താന്ന് വെച്ചാല് അതിപ്പം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് ആണ് നമ്മൾ ആപ്പിൽ ഇട്ടിട്ടുള്ളത്. കാരണം ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ അത് മതിയാവൂല, അതായത് നിങ്ങൾക്ക് മനസ്സിലാവൂല. ഭയങ്കര വലിയൊരു പ്ലാറ്റ്ഫോം ആണ്, മനസ്സിലായോ? കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം അതിന്റെ ക്യാമ്പയിൻ ഇതൊക്കെ. അപ്പം നമ്മൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ആ രീതിക്ക് നമ്മൾ ഇത് കാണിച്ചു തരും. അല്ല ഫസ്റ്റ് മുതൽ കാണിക്കുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ക്ലാസ് കണ്ടു നോക്കുക, അപ്പൊ മനസ്സിലാവും. ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ, എന്നിട്ട് ഓരോ ലൈവ് വരുമ്പോഴേ. ശരി, താങ്ക് യു. നിങ്ങൾ ഇതിന്റെ മുമ്പ് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് കാര്യം. നമ്മുടെ ഈ ജിംനാഷ്യത്തിന്റെ കാര്യം, ഞങ്ങളൊരു ജിംനാഷ്യസ് തുടങ്ങിയിട്ട് നല്ല ഭയങ്കര ഹൈ റേറ്റ് വെച്ചു, ആൾക്കാർ വരുന്നില്ല. പിന്നെ ഇപ്പൊ ലാസ്റ്റിലാണ് മനസ്സിലായത് ഏറ്റവും നമ്മളെ അടുത്ത് വേറെ ചില സംഗതികളുണ്ട്, അത് കുറഞ്ഞ പൈസക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് ഒരു ചെലവില്ലാതെ. അത് തുടങ്ങിയപ്പോൾ ആൾക്കാർ ധാരാളം വന്നു. ഇഷ്ടംപോലെ ആൾക്കാർ വരും. എന്നിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, വലിയ പ്രൊഡക്റ്റിലേക്ക് കൺവിൻസ് ചെയ്യുക. അതാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്കില്ല്. കാരണം ആൾക്കാർ എപ്പോഴും ചെറിയ റേറ്റ് കണ്ട കയറി വരും. മലയാളികളുടെ ഒരു സ്വഭാവമാണ്, 10 രൂപക്ക് ബക്കറ്റ് കണ്ട അവരവിടെ കയറും. സംഭവം അവിടെ ചെറിയ എന്തെങ്കിലും സാധനമായിരിക്കും, പക്ഷെ കയറി കഴിഞ്ഞാൽ അവർ വലിയ സാധനങ്ങൾ കാണണം. അപ്പൊ അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട അവരത് സെലക്ട് ചെയ്യും. മനസ്സിലായോ? നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ പ്രൊഡക്റ്റിന്റെ റേറ്റ് കുറക്കാം. ഏതെങ്കിലും ഒരു ചെറിയ റേറ്റിലുള്ള സാധനമെങ്കിലും നമ്മൾ മാർക്കറ്റിംഗിൽ ഇറക്കുക. അപ്പോഴാണ് നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വരിക, ആളുകൾ നമ്മളെ പറ്റി അറിയാം. വളരെ കറക്റ്റ്, 100% കറക്റ്റ്. ശരി. ഹലോ, പിന്നെ ചോദിച്ചോളി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോളി, കേൾക്കണ്ട്. പിന്നെ ഓക്കെ, ഞാൻ പിന്നെ ചില നമ്മളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ ആഡ്സ് ചെയ്യുന്നുണ്ട്, മറ്റേ ആഡ്സ്. അപ്പോ അവരൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞ അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നാ പറയാൻ നിൽക്കുന്നുണ്ട്. ഈ റിസൾട്ട് എന്തുകൊണ്ടാന്ന് കിട്ടാത്ത? നമ്മൾ അവർ ചെയ്യുന്ന എമൗണ്ടിന്റെ ബേസ് ചെയ്തുകൊണ്ടാണോ, അവർ ചെയ്യുന്ന
500 100 200 300 അങ്ങനെ വെച്ച് ചെയ്യുന്നതാ പറയാ. അപ്പൊ നേരത്തെ പറഞ്ഞ റീസൺ ആണ്. ഒരു പോസ്റ്റർ 3 റീസൺസ് ഉണ്ടാവും. ഒന്നാമതായിട്ടുള്ളത്, ഒന്ന് ഇവരെ ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടിട്ട് ഇവര് യൂസ് ചെയ്ത പോസ്റ്റർ അത് ചിലപ്പം റെഡി ആയിരിക്കില്ല. അതല്ലെങ്കിൽ നേരത്തെ ഇവര് പറഞ്ഞ പോലെ പോസ്റ്ററിൽ എന്തായിരിക്കും ഒരുപാട് ഇതുണ്ടാവും. അതായത് വലിയ റേറ്റിന്റെ 5000 10,000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അവരെ പ്രൊഡക്റ്റിന്റെ എത്ര റേറ്റ് വരുന്നത്? പിന്നെ അത് ഓരോ ഇതാണ്, മറ്റേ ഓരോ പാക്കേജാണ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓരോ പാക്കേജാണ്. ഓക്കെ മനസ്സിലായി. അപ്പൊ ഒന്നെങ്കിൽ അവരെ പോസ്റ്റർ റെഡി ആയിരിക്കില്ല, അതല്ലെങ്കിൽ ചിലപ്പോൾ അവര് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാത്ത ആളായിരിക്കും അത് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ ഈ ടാർഗറ്റ് ഓഡിയൻസ് കൊടുക്കാന്നുള്ളത്, ഇപ്പം നിങ്ങൾ എങ്ങനെ നമ്മളിലേക്ക് എത്തിപ്പെട്ടത്? നമ്മൾ ആഡ് റൺ ചെയ്തിട്ടല്ലേ. നമുക്കിപ്പോ ഈ 700 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 600 1000ന്റെ അടുത്ത് സ്റ്റുഡൻസ് ഇപ്പൊ ആവാനായി. ഇവരെങ്ങനെയാ കിട്ടിയത്? നമ്മൾ ഇതുപോലെ ആഡ് റൺ ചെയ്തിട്ടാ. നമുക്ക് എന്താ റിസൾട്ട് ഉണ്ടാവാൻ കാരണം? നമ്മൾ പ്രൊഡക്റ്റിന്റെ റേറ്റ് കുറച്ചു. പ്രൊഡക്റ്റിന്റെ റേറ്റ് കുറച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും ചെറിയ റേറ്റിന് ഇത് പഠിക്കാൻ പറ്റുമോ, നിങ്ങൾ വന്ന് അന്വേഷിച്ചു. അപ്പൊ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് പറഞ്ഞു. ഫീച്ചേഴ്സ് കേട്ടപ്പം പിന്നെ നമ്മൾ വല്ല സ്ക്രീൻഷോട്ട് അയക്കാണ് നമ്മുടെ ടെസ്റ്റ് മണീൽസ്. 3ാമത്തെ ലെവലാണ് കേട്ടോ. ഞാൻ നേരത്തെ ഡിസ്കൗണ്ട് പറഞ്ഞു, ബ്രാൻഡ് പറഞ്ഞു. വേറൊരു ലെവലുണ്ട് ടെസ്റ്റ് മണീൽസ് കേൾക്കാന്നുള്ളത്, റെഫറൽ ആയിട്ട് വരുന്നത്. അതായത് ഞാനത് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് അത് അടിപൊളിയാണെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പർച്ചേസ് ചെയ്യും. മനസ്സിലായോ? ആ രീതിയിലും സംഭവം ഇതാവും. അപ്പം ഈ സാധനം നിങ്ങളൊന്നും ചെയ്യാതെ, ഒരു ബ്രാൻഡും ബിൽഡ് ചെയ്യാതെ ഇവര് നല്ല റേറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാം. മാർക്കറ്റിംഗ് സ്കിൽ ഇല്ലാത്ത ഒരാള് ഇപ്പം ലീഡ്സ് വന്നു നോക്കുക. ഇപ്പം ഒരാൾ വന്നു ഹോസ്പിറ്റലിൽ, അവര് നമ്മള് ഇറക്കുന്ന പ്രൊഡക്റ്റിന്റെയും വാല്യൂ നിർബന്ധമാണ് കേട്ടോ. ഞാനൊരു വട്ടം ഡിഗ്രീന്റെ ഇറക്കി. അതായത് എനിക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കണം. ഞാൻ 300 രൂപക്ക് ആഡ് റൺ ചെയ്ത്, എനിക്ക് ഒരു ലീഡ് പോലും വന്നിട്ടില്ല. റീസൺ നമ്മൾ ആഡ് റൺ ചെയ്തത് കുഴപ്പമായിട്ടല്ല. ഒന്നെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റീനെ പല ആളുകൾക്കും അറിയൂല. നിങ്ങൾക്കറിയോ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി? കേട്ടില്ലല്ലോ. ഇല്ലില്ല. അപ്പൊ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണോന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതെന്താ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അറിയില്ലല്ലോ. അപ്പൊ ആരും ക്ലിക്ക് ചെയ്തിട്ടില്ല. മനസ്സിലായോ? പിന്നെ അതിന്റെ ആൾക്കാർ പറഞ്ഞോളേ. അല്ല, പിന്നെ നമ്മൾ ഈ ആഡ് ചെയ്യുന്നതില് പിന്നെ സമയം എന്തെങ്കിലും ഇതുണ്ട്? കാരണം വെച്ചാല് പിന്നെ ഞാനിപ്പോ അന്വേഷിച്ചപ്പോ വെച്ചാല് ഇപ്പൊ നമ്മള് ഈ ഇത് കിട്ടാത്ത റിസൾട്ട് കിട്ടാത്ത ആൾക്കാർ 1 ദിവസം 2 ദിവസത്തെ ക്യാമ്പിംഗ് ആണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. ഈ മറ്റേ ഇതിനനുസരിച്ച് ജസ്റ്റ് ഒരു 3 ദിവസം റൺ ചെയ്തതിനു ശേഷം 4ാമത്തെ ദിവസത്തേക്ക് ശരിക്കും റിസൾട്ട് വരിക. അങ്ങനെയുണ്ട് കേട്ടോ. ആ ഒരു സംഭവം ഉണ്ട്. അതായത് മെറ്റ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ 2-3 ദിവസം ഇങ്ങനെ ചെയ്യിപ്പിക്കും. മനസ്സിലായോ? പിന്നെ ചില സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ട് നമ്മളെ കൊണ്ട് ബഡ്ജറ്റ് കൂട്ടിപ്പിക്കും. അതൊക്കെ ഫേസ്ബുക്കിന്റെ ഒരു കളിയാണ്. അതായത് ഓരോ കളികളാണ്. ഇത് AI ആണല്ലോ, ഇവർക്ക് വേണ്ടത് പൈസ അല്ലേ. നിങ്ങളോട് ബഡ്ജറ്റ് കൂട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ നമ്മളൊന്ന് നോക്കിട്ട് ചെയ്താൽ മതി. പിന്നെ എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ്സ് ലീഡ്സ് വന്നു കഴിഞ്ഞാലും അവര് നമ്മളെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യൂല കൂടുതലും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. 2 റീസൺസ് ആണ്. ഒന്ന്, നമുക്ക് മാർക്കറ്റിംഗ് സ്കിൽ അറിയില്ല എന്നുള്ളത്. നമ്മൾ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ സ്ഥാപിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പോലത്തെ ഫീച്ചേഴ്സ് കൊടുത്തിട്ട് കേരളത്തിൽ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അതില്ലാന്ന് പറയാനുള്ള റീസൺ ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? എപ്പോഴും ഒരു ബിസിനസ്സിന് സത്യമായിരിക്കണം, കളവ് പറയരുത്. കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു ഷോപ്പ് കയറി, ഷോപ്പിന്റെ മുമ്പിൽ ഒരു പോസ്റ്റർ ഷവർമയും ലേയും 50 രൂപക്ക് എന്ന്. നിങ്ങൾ ഷവർമയും ലേയും കുടിച്ചിട്ട് അവർ 100 രൂപ ചോദിച്ചു നോക്കുക, നിങ്ങൾ എന്താ പറയാ? പിന്നെ അവിടെ കയറുമോ? ഇല്ല, കയറൂല. കാരണം നമ്മളെന്താ, അവര് നമ്മളെ പറ്റിച്ചു എന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരിക്കലും നമ്മളെ ബിസിനസ്സിൽ ഫീച്ചേഴ്സ് കൂട്ടി പറയരുത്. നമ്മളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് കൂട്ടി പറഞ്ഞാല് കസ്റ്റമർ മനസ്സിലാക്കുക ഇയാളെ പറ്റിക്കലാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കും. ഉള്ള സാധനം മാത്രം പറയാം. പക്ഷെ ഉള്ള സാധനം പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എപ്പോഴും മാർക്കറ്റിംഗിൽ ഇറക്കേണ്ടത്. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഉപകാരം നമുക്ക് പറയാൻ പറ്റും, നമ്മളാണ് ഇത്രയും ചെറിയ റേറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ ഇബ്രാഹിം ഖാന്റെ കോഴ്സ് നമ്മളെ പോലെ സപ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന 200 രൂപ 300 രൂപക്കോ 400 രൂപക്കോ ഉള്ള ഒരു മെറ്റ ആഡ്സ് കോഴ്സ് നിലവിൽ കേരളത്തിൽ ഇല്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. കാരണം ആരും കൊടുക്കൂല. മനസ്സിലായോ? കാരണം ഇവര് ടൈം വേസ്റ്റ് ആണെന്നാണ് ഇവർ ചിന്തിക്കുക.
അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ട്, നമ്മൾ പറഞ്ഞു സ്ഥാപിച്ചു. എന്നിട്ട് നമ്മൾ പറയാണ് വീക്കിലി നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, നമ്മളെ ഗ്രൂപ്പിൽ നിന്നുള്ള ഇവർക്ക് വിശ്വാസമാണല്ലോ, കാരണം നമ്മൾ സ്ഥാപിച്ചു, നമ്മളാണ് ഏറ്റവും ടോപ്പ് എന്നുള്ളത്. എന്നിട്ട് ഇതിന്റെ റീസൺസ് പറഞ്ഞു കൊടുക്കണം. റീസൺസ് എന്താ? ഒന്ന്, നമ്മൾ ടെസ്റ്റ് മണീൽസ് അയച്ചു കൊടുക്കുക. സ്റ്റുഡൻസ് പറയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവര് തന്നെ കാണിച്ചു കൊടുക്കുക. രണ്ടാമതായിട്ടുള്ള നമ്മളെ വീക്കിലി ലൈവ് സെഷൻസ്, അതിന്റെ റെക്കോർഡ് സെഷൻസ് അയച്ചു കൊടുക്കാം. ഇത് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് മനസ്സിലാവും സപ്പോർട്ട് ഉണ്ട്, ഓക്കെ ആണ്, അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യും. മനസ്സിലായോ? ഏതൊരു പ്രൊഡക്റ്റിന്റെയും അങ്ങനെയാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഒരു ആഡ് സെറ്റ് ചെയ്യാണ് ഒരു ലോങ് ഇതിന് വേണ്ടിയിട്ട്, ഒരു മാസത്തേക്കാണ്. അപ്പൊ തുടക്കത്തിൽ ചെറിയ പൈസ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മറ്റേ അൽഗോരിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം നമ്മൾ ചെറിയ റേറ്റിന് എപ്പോഴും ചെയ്തു നോക്കുക. അത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഡിമാൻഡ് കൊടുക്കുന്ന സാധനത്തില് മാർക്കറ്റിങ്ങിന് വാല്യൂ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഇപ്പൊ 300 രൂപക്ക് നിങ്ങൾ മാർക്കറ്റിങ്ങിന് ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്കറിയാം, അത് പോകുന്നൊക്കെ അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര പൈസക്കും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് കൂട്ടുക. അല്ല, ബഡ്ജറ്റ് കൂട്ടുക. അപ്പൊ നമ്മള് ആദ്യം എന്താ ചെറിയ രീതിയിലായിട്ട് ആഡ് സെറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ന് കൊടുക്കുക നാളെ തന്നെ മറ്റേ എത്തിക്കുവോ? അതാണ് ചോദ്യം, സംശയം. നമ്മൾ ചെറിയ ബഡ്ജറ്റ് ആഡ് സെറ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സമയം മറ്റങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇബ്രാഹിം അങ്ങനെ ഇല്ലല്ലോ, 2 മണിക്കൂർ എന്തോ പറയാൻ കാരണം എന്താ വെച്ചാല്, നിങ്ങളെ ആഡ് നല്ല രീതിയിൽ റൺ ആവുമെന്ന് ആദ്യം 3 ദിവസം നമ്മൾ നോക്കണം. എന്നിട്ട് നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബഡ്ജറ്റ് കൂട്ടിയുള്ളൂ. ഇപ്പോൾ നബീൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത പോസ്റ്ററിലോ കണ്ടന്റോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ആഡ് റൺ ആവില്ല, അല്ലെങ്കിൽ റീച്ച് കുറവാണ്. കാരണം നമുക്ക് അതിന് അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, ഫേസ്ബുക്കാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 3 ദിവസം ആഡ് റൺ ചെയ്ത് നോക്കണം, നിങ്ങളെ ആഡ് അപ്രൂവൽ ആവോ എന്നുള്ളതൊക്കെ. അതായത് നമ്മൾ ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമ്മുടെ എപ്പോഴും അപ്രൂവൽ ഇപ്പൊ ഒരു 1-2 മണിക്കൂർ കൊണ്ട് അപ്രൂവൽ ആവുമല്ലോ, ആവും റൺ ചെയ്യാൻ തുടങ്ങും. എന്റെ സംശയം അതല്ല, നമ്മൾ ഒരു ടാർഗറ്റ് ഓഡിയൻസിന്റെ മെറ്റ അൽഗോരിതം വെച്ച് എത്താൻ വേണ്ടിയിട്ട് മെറ്റക്ക് ഒരു 1-2 ആഴ്ച വേണോ? നമ്മൾ ആദ്യം തന്നെ ഇല്ല, വൺ ഡേ മതി. ഇന്ന് നിങ്ങൾ സെറ്റ് ചെയ്താല് ടാർഗറ്റ് ഓഡിയൻസ് കൊടുത്തു, നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ആഡ് റൺ ചെയ്യാൻ തുടങ്ങിയ 3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും? ആഡ് റൺ ആവും, ആൾക്കാരെ ലീഡ് വരാൻ തുടങ്ങും. ലീഡ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആൾക്കാരെ കാണാൻ തുടങ്ങും, അവർ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അടുത്തേക്ക് ആ ലീഡ് എത്തും. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതല്ല, ഒരു മാക്സിമം റീച്ച് എത്താൻ വേണ്ടിയിട്ട് പിന്നെ മറ്റേ ഇത് സമയം എടുക്കുന്നുണ്ട്. ആഡ് അപ്രൂവ് ആയത് തൊട്ടിട്ട് ഫസ്റ്റ് ആരാ കാണുന്ന വെച്ചാൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ക്ലിക്ക് ചെയ്യും, നമുക്ക് മെസ്സേജ് എത്തും. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ സംശയം അതല്ല, അതിന്റെ ഒരു മെച്യൂരിറ്റി എത്താൻ വേണ്ടി വേറെ ദിവസത്തിന്റെ ആവശ്യം ഉണ്ടാവും. കാരണം നമ്മൾ വേറൊരു കാര്യം കൂടി പറയട്ടെ, മെറ്റക്ക് ഒരിക്കലും നിങ്ങളെ കറക്റ്റ് ഓഡിയൻസിനെ അറിയില്ല. നമുക്ക് 100 എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മളാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. മെറ്റ നമുക്ക് ഏകദേശം ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് തരുന്നത്, ബാക്കി നമ്മളെ അടുത്താണ് മാർക്കറ്റിംഗ് ഒക്കെ കിടക്കുന്നത്. ഈ വരുന്ന ആളുകൾ ഈ 100 എൻക്വയറി വന്നാൽ 100 ആളും നമുക്ക് വേണ്ട ആളുകളാവില്ല. അതിലൊരു മാക്സിമം ഒരു 10% മാത്രമേ കൺവേർഷൻ ഉണ്ടാവുള്ളൂ. അതായത് 100 ആൾ വന്നാൽ 10 ആളുകൾ മാത്രമേ അത് എടുക്കാൻ മെറ്റ പറയുന്നുള്ളൂ സാധ്യതകൾ. അല്ല ഇബ്രാഹിം, ഓക്കെ, ഒരു മിനിറ്റ്. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഡൗട്ട് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഒരു ആഡ് റൺ ചെയ്യാണ് അല്ലേ? ഓക്കെ, നിങ്ങൾ 300 രൂപ കൊടുത്തിട്ട് ആഡ് റൺ ചെയ്തു. എന്നിട്ട് മെറ്റന്റെ ഇതനുസരിച്ച് നിങ്ങളെ റീച്ച് 10,000 ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് മെറ്റ ഉദ്ദേശിക്കുന്നത് 300 രൂപക്ക് എന്ന് വിചാരിക്കാം. ഓക്കെ, എങ്കിൽ ആ 1 ഡേ കൊണ്ട് ഇന്ന് സെറ്റ് ചെയ്ത് നാളെ ആ പേയ്മെന്റ് കഴിയുന്നതിന് മുമ്പ് മെറ്റ എന്ത് ചെയ്യും? ആ 10,000 ആൾക്കാരിലേക്ക് ഈ സാധനം എത്തിക്കും. മനസ്സിലായോ? പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ബഡ്ജറ്റ് കൂട്ടുന്നതിനനുസരിച്ച് നല്ല ലീഡ്സിനെ ചില സമയത്ത് മെറ്റ തരും, നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടിട്ട്? ബഡ്ജറ്റ് കൂട്ടാൻ വേണ്ടിട്ട്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സേഫ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നോക്കുക. അതായത് സമയത്തൊക്കെ
കുറഞ്ഞ സമയത്ത് കുറെ കാലത്തേക്ക് ചെറിയ ബഡ്ജറ്റ് ഇട്ട് വെച്ചിട്ട് മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മളെ ഇതിന്റെ മതി, അങ്ങനെ ചെയ്താൽ മതി. അതാണ് ബെറ്റർ. മതിയെന്നല്ല ഞാൻ പറയാൻ നിങ്ങൾക്ക്, നമുക്ക് അതിന്റെ ഒരു ആഡ് ക്ലിക്ക് ചെയ്യുന്ന റേറ്റ് വളരെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതേ ദിവസം തന്നെ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 500 വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോസ്റ്റ് കൂടിയും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് 2000 രൂപ ചെയ്തപ്പോഴും 800 രൂപ ചെയ്തപ്പോഴും നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടായത് 800 രൂപ ചെയ്തപ്പോഴാണ്. 2000 രൂപ ചെയ്ത സമയത്തും ഈ 800 കാട്ടി കുറച്ച് ലീഡ്സ് മാത്രം. ഇപ്പൊ 800 രൂപക്ക് അതാ പറഞ്ഞത്, ഓവർ കോസ്റ്റ് നമ്മൾ ഇടരുത്. നല്ലോണം കുറച്ച് കഴിഞ്ഞാലും മറ്റേ പണി തരും. നല്ലോണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഡ്സ് തരൂല. നമ്മൾ ഇത് കൂട്ടാൻ വേണ്ടിട്ട്, ബഡ്ജറ്റ് കൂട്ടാൻ വേണ്ടിട്ട് നല്ലോണം കൂട്ടിക്കഴിഞ്ഞാല് കുറച്ച് തന്നിട്ട് മറ്റേ പറയും ഒന്നും കൂടെ കൂട്ടിക്കന്ന കുറച്ചും കൂടെ ലീഡ്സ് വരും. മനസ്സിലായോ? 2 ഓപ്ഷൻ ഉണ്ട് ഇവർക്ക്. ഒന്ന്, ഇവര് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ എന്ത് ചെയ്യുക, 3-4 ക്യാമ്പയിൻ ആക്കി ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ആ റിസൾട്ട് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആവണ ആ ഒരു ക്യാമ്പയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെറിയ ബഡ്ജറ്റ് ഇട്ടിട്ട് വേറെ ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താ വെച്ചാല് നിങ്ങളിപ്പം പറഞ്ഞല്ലോ ഒരു ആഡ് റൺ ചെയ്യാണ്. അപ്പം റൺ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെ ആഡ് തന്നെ 2-3 വട്ടം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അതെന്തിനാണെന്നറിയോ? ഒരു വട്ടം കണ്ട് അപ്പൊ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യൂല. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കാണാണ്, അപ്പയും ക്ലിക്ക് ചെയ്യില്ല. 3-ാമത്തെ വട്ടം കാണുമ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പം ക്ലിക്ക് ചെയ്ത് നോക്കും. മനസ്സിലായോ? അപ്പൊ നമ്മളെ സെയിം ഓഡിയൻസിലേക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അയക്കാന്നുള്ളത് നമുക്കുള്ള കൺവേർഷൻ ലീഡ്സ് വരാനുള്ള റീസൺസ് ആണ്. അതാണ് അതൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ചെറിയ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റ ഒരു സെറ്റ് ചെയ്യാൻ ഒരു സമയം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു 1 വീക്ക് ഒക്കെ ശരി, ഞാൻ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു 200-300. ആക്ച്വലി മെറ്റയ്ക്ക് ഒരു ലേണിംഗ് പീരീഡ് ഉണ്ട്. നമ്മളെ അതാണ് ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യം അതാണ്. 3 days പറഞ്ഞതാണ്, 3 ദിവസം മറ്റേ ലേണിംഗിന്റെ പീരീഡ് പറഞ്ഞ. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, ഉണ്ട് ആ സംഭവം ഉണ്ട്. അപ്പൊ നമ്മള് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെറിയ ബഡ്ജറ്റിൽ സെറ്റ് വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ചെറുങ്ങനെ കൂട്ടുന്നതായിരിക്കും ബെറ്റർ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആദ്യം ആക്ച്വലി നല്ല ബ്രോഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് പറഞ്ഞ അധികം നാരോ ഡൗൺ ചെയ്യാൻ പാടില്ല. സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ ഫുൾ ബ്രോഡ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴേക്ക് അത് പ്രോപ്പറായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങും അൽഗോരിതം. എന്നിട്ട് പിന്നെ നമ്മൾക്ക് അപ്പൊ അതിനൊരു ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റിയിലെ ലീഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മെല്ലെ ബഡ്ജറ്റ് കൂട്ടി പോവാം. അല്ല അപ്പോഴും ക്വാളിറ്റി വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രിയേറ്റീവ്സ് മാറ്റുക. ഇപ്പോഴത്തെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് ആക്ച്വലി. നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. നമ്മളെ ക്രിയേറ്റീവ്സ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്റ്. ക്രിയേറ്റീവ് നമുക്ക് കണ്ട വ്യത്യാസം എന്ന് കഴിഞ്ഞാല്, ക്രിയേറ്റീവ് അധികം കൂടുതൽ കണ്ടന്റ് വെക്കാതെ ജസ്റ്റ് 1-2 ഫോട്ടോ 1-2 കാര്യങ്ങൾ മാത്രം എഴുതുന്ന ക്രിയേറ്റീവിന് കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ട്. നിറച്ചിട്ട് പരസ്യമാകുമ്പോഴ് സാധനം അധികം മെസ്സേജ് വരുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നിയമമുണ്ടോന്നറിയില്ല, നമ്മളെ എക്സ്പീരിയൻസിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. അതെ സർ, കറക്റ്റ് ആണ്. സർ പറഞ്ഞ കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഫാക്ടറിൽ വെച്ച് ഇങ്ങനെ കാണാൻ പറ്റില്ല. അതിന് കുറെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരുന്നുണ്ട് അൽഗോരിതത്തിന്. അപ്പൊ മെയിൻ ഇപ്പോഴത്തെ ട്രെൻഡ് നടക്കുന്നത്, ഇപ്പോഴത്തെ മെയിൻ ആയിട്ട് നടക്കുന്നത് നല്ല ക്രിയേറ്റീവ്സ് ആണ്. ക്വാളിറ്റി ക്രിയേറ്റീവ്സും എന്ന് വെച്ചാല് കാണാൻ മാത്രമല്ല, പക്ഷെ അതിന്റെ അകത്ത് കൊടുക്കുന്ന ഇൻപുട്സും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് AI. അപ്പോ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക, ക്രിയേറ്റീവ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. അതെ, അതും ബാധിക്കുന്നുണ്ട്. റെസൊല്യൂഷൻ ബാധിക്കുന്നുണ്ട്. നമ്മളെ ലോഗോ പ്ലേസ്മെന്റ് ബാധിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ. അപ്പൊ അതിന്റെ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണ്, ക്രിയേറ്റീവ്സ് മെറ്റ അൽഗോരിതം എന്താണ് പിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. എന്ന് വിചാരിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതല്ല. അപ്പോഴും നമ്മൾ ഓഡിയൻസ് ഒക്കെ സെലക്ട് ചെയ്യണം. ഞങ്ങൾ കുറെ ക്യാമ്പയിൻ നിർത്തിയായിരുന്നു. നമ്മൾ കുറെ അധികം പ്രോഡക്റ്റ് ഉണ്ട്. അത് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഒന്ന് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ, NFC കാർഡ്, പിന്നെ സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, SEO എല്ലാം ഉണ്ട്. ഇപ്പൊ രണ്ടാമത് ഇപ്പം ചെയ്യാണ് നാളെ തൊട്ടിട്ട്. അതാണ് ഈ ഒരു സംശയം ചോദിക്കാൻ കാരണം. കുറഞ്ഞ ബഡ്ജറ്റ് 10 വരുന്ന 250 രൂപ വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ കൂട്ടാന്ന രീതിയിൽ. ഡെഫിനറ്റ്ലി സർ, ട്രൈ ചെയ്യൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അത് 3 ദിവസം ചെറിയ പൈസ വെച്ചാൽ മതി അല്ലേ? അതെ. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ എമൗണ്ട്, ബ്രോഡായിട്ട് അധികം നാരോ ചെയ്യേണ്ട ഓഡിയൻസിന്. നല്ല രീതിയിൽ ഇങ്ങനെ എല്ലാ ബിസിനസ് ഓണേഴ്സ് കുറെ ഉണ്ടല്ലോ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ. അപ്പോ മാനുഫാക്ചറേഴ്സ് ആയിട്ടും അങ്ങനെ ബ്രോഡായിട്ട് വെക്കാം. കമ്പനി ഫൗണ്ടേഴ്സ്.
അപ്പോൾ ടാർഗറ്റ് അങ്ങനെ കുറെ ഉണ്ട്. എൻ്റെ അടുത്ത് വേണമെങ്കിൽ ലിസ്റ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഇബ്രാഹിംജിക്ക് പാസ് ചെയ്യാം. അപ്പോൾ ആ ടാർഗറ്റ് ഒക്കെ ബ്രോഡ് ആയിട്ടുള്ള ടാർഗറ്റ് ആണ്, കേരളത്തിന് മാത്രം. അല്ല സർ, ഇതിൽ അയക്കാൻ പറ്റില്ല, ഞാൻ ഇബ്രാഹിംജിക്ക് അയക്കാം. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക്സ്. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും? നമ്മൾ ഈ ബൂസ്റ്റ് ചെയ്യൂലേ, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബൂസ്റ്റ് എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് അത് പിന്നെ ബൂസ്റ്റ് ചെയ്യണം ചെയ്യുന്നത്. പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ സെപ്പറേറ്റ് ചെയ്യണം, ഫേസ്ബുക്കിൽ സെപ്പറേറ്റ് ചെയ്യണം, അങ്ങനെയാണ് വരുന്നത്. ഇത് മെറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പ്ലേസ്മെന്റ് കുറേ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റീല് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ലെവൽ AI ടെക്നോളജി ഒക്കെ വരുന്നത് ഈ ഒരു ആഡ്സ് മാനേജറിലാണ്. നല്ല ഇതാണ്. രണ്ടിലും ചെയ്തു നോക്കാം. ഓരോ ആളുകൾക്ക് ഓരോന്നിലാണ് റിസൾട്ട്. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ പിന്നെ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ്, ഇതിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസത്തെ ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 204 രൂപ ഒരു ദിവസത്തിന് അത് പിന്നെ ഞാൻ GPay വഴി ചെയ്തു. പക്ഷേ ആഡ് റൺ ആയതൊന്നും പിന്നെ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ നോക്കിയിട്ടൊന്നും എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനിപ്പോ നമ്മളെ ഈ ബില്ലിങ് അപ്പൊ ആഡ് ഫണ്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്യാഷ് എന്റെ അതിൽ കാണിക്കുന്നുണ്ട്, 204 രൂപയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മെറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിരുന്നു? ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിലില്ല എമൗണ്ട്? ഞാനതിൽ നോക്കിയാലോ, ഞാൻ നമ്മളെ സൈറ്റിൽ പോയിട്ട് അല്ല, ഇതിൽ നോക്കിയാലും കാണും. അപ്പൊ നിങ്ങൾക്ക് ആ എമൗണ്ട് വെച്ചിട്ട് ഇനി ഇതില് ആഡ്സ് മാനേജറിൽ ആഡ് റൺ ചെയ്യാം. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ബൂസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ഒന്നല്ലേ പോകും. അതിങ്ങനെ റാൻഡം ആയിട്ട് കുറെ ഇങ്ങനെ സ്പ്രെഡ് ആയി വിടുകയാണ് മെസ്സേജസ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളെ ഓഡിയൻസ്, നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാനും അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ആഡ്സ് മാനേജറിന്റെ യൂസേജ് വരുന്നത്. പിന്നെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെല്ലാം ചെയ്യുന്ന ആഡ്സ് മാനേജറിലാണ്. ഇപ്പോൾ ഏജൻസികളാണെങ്കിലും അതും മനസ്സിലായി. ഞാൻ ഈ 2 ഓപ്ഷൻ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ആദ്യമായി ചെയ്തത്. അതിനുശേഷം നിങ്ങളെ ഈ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത്. നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തോ അതില് നമ്മളെ പോസ്റ്റ് ചെയ്തിട്ട്? ഇതിൽ ഞാൻ പോസ്റ്റർ പിന്നെ വിട്ടിട്ടില്ല, ഞാൻ ക്ലാസ് കൂടുതൽ കേൾക്കട്ടെ. 299 എൻഗേജ്മെന്റിൽ ഒന്ന് ചെയ്തു. എന്നിട്ട് ഈ ഒരു മേഖല ഏറ്റവും കൂടുതൽ റിസൾട്ട് മെസ്സേജ് കൺവേർഷൻസിലോ. പിന്നെ ലീഡില് ചെയ്യാ, പക്ഷെ വെറുതെ ആളുകള് പിന്നെ ഇതാക്കിയിട്ടും പോവും. എൻഗേജ്മെന്റിൽ ചെയ്യാന്നല്ലേ? വേണമെങ്കിൽ റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രം മാറ്റിയാൽ മതിയാണ്. ക്ലാസ് കൂടി കേട്ടിട്ട് നോക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും? നമ്മളെ ഇപ്പം ഫസ്റ്റ് ടൈം ചെയ്യുമ്പം മറ്റേ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിയെ കൊണ്ട് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണോ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാനും? ശരിക്ക് നമ്മളെ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഇത് സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ട്, ഏജൻസി ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ. അല്ല, അവര് പറയുന്നത് ഗ്യാരണ്ടീഡ് ലീഡ്സ് കിട്ടുന്നുണ്ട്, ഞങ്ങൾ തരാൻ എടുത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പല ഇത്. അപ്പം അതില് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല സർ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏജൻസിന് സപ്പോർട്ട് എടുക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആരെ ഡിപ്പെൻഡൻസി ഒന്നും ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാനാണ് നമ്മളെ ഈ ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി ബിസിനസ് വേണം, കുറച്ചും കൂടിയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. പക്ഷെ നമ്മളെ ഈ കോഴ്സ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സെയിം അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ,
അപ്പോൾ ജസ്റ്റ് ഇറ്റ് മേ ടേക്ക് സം ടൈം, ലൈക്ക് ഒരു 2 weeks 3 weeks പിടിക്കുമായിരിക്കും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം അത്രേ ഉള്ളൂ. നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പെർ ഡേ 2 hours നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 3 weeks നിങ്ങൾക്ക് ഇതിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ സെയിം സംഭവം നമ്മൾ ഏജൻസിക്ക് 10-15,000 കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന സെയിം വർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഒരു ഡിപ്പെൻഡൻസി ഇല്ല. നമ്മള് ഇതിലൊരാള് ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. 12,000 മന്ത്ലി കൊടുത്തിരുന്ന ആള് സർവീസ് ചാർജ് എല്ലാം കട്ട് ചെയ്തിട്ട് ആൾക്ക് 6,000 മാത്രമേ വരുന്നുള്ളൂ ഒരു പേയ്മെന്റ് ആയിട്ട്. അതാണ് ഈ ഡിഫറൻസ്. ഏജൻസികളാവുമ്പോൾ അവരെ സർവീസ് ചാർജ് എത്രയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതെ 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 അതെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ബഡ്ജറ്റ് കയ്യിൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവർക്ക് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് അവരും ചെയ്യട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കണ്ടുകൊണ്ട് ചെയ്ത് പഠിക്കാം. എന്നിട്ട് ഗ്രാജുവലി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈ ആഡ്സ് ഒക്കെ റൺ ചെയ്യാം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് അവരെ കൊണ്ട് ജയിക്കുന്നതാണോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അവർക്ക് ഇപ്പൊ ഏജൻസി ചെയ്താൽ വേറൊരു റിസൾട്ട്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ വേറെ റിസൾട്ട്, അങ്ങനെയൊന്നുമില്ല. ആര് ചെയ്താലും ഒരേപോലത്തെ റിസൾട്ട് തന്നെ കിട്ടും. ഇപ്പോൾ രോഹിത് പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ ആ ഒരു ക്രിയേറ്റീവിന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ഈ ഏജൻസികൾ ചെയ്താലും നമ്മൾ ചെയ്താലൊക്കെ റിസൾട്ട് കിട്ടും. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? എങ്ങനെ മനസ്സിലായല്ലോ ഒന്നുകൂടി? സപ്പോർട്ട് നിങ്ങൾ ഈ കോഴ്സ് കണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആഡ് റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു എറർ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇബ്രാഹിംജിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഹി വിൽ ബി ഏബിൾ ടു ഗൈഡ് യു. നിങ്ങൾ ഗൈഡ് ചെയ്യും നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ടിൽ നമ്മൾ കൊടുക്കുന്നത്, വാട്സാപ്പ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾ ഫസ്റ്റ് കോഴ്സ് കണ്ട് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരില്ല. എന്താണ് സർ? അല്ല, നമ്മൾ തന്നെ പഠിച്ചു ചെയ്യുക നല്ലത്. അതെ അതെ അതെ, അബ്സല്യൂട്ട്ലി. അതും ഇബ്രാഹിംജിന്റെ കോഴ്സിൽ എല്ലാം ഓരോ പാർട്ട് സ്മൂത്ത് ആയിട്ട് എൻഗേജ്മെന്റ് ആണെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലാസ് നല്ല ഉഷാർ ക്ലാസ് ആണ്. നമ്മൾ കേട്ടിടത്തോളം നല്ല, നമുക്കിതിന്റെ ബാലപാഠം പോലും അറിയാത്ത ആളാണ് ഞാൻ. പക്ഷെ ക്ലാസ് കേട്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വലിയൊരു ഇതിനെ പറ്റി നമ്മൾ അറിഞ്ഞത്. അപ്പൊ എനിക്ക് ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇബ്രാഹിംജിനോട് നമ്മളെ സംശയങ്ങളൊക്കെ ചോദിക്കാറും സ്പോട്ടിൽ തന്നെ മറുപടിയൊക്കെ കിട്ടാറുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ആരിഫ് ജി കുറെ പേര് ഇതുപോലെ പഠിച്ച് ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ തന്നെ, ഈ മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടും ഫേസ്ബുക്ക് ബാക്ക്ഗ്രൗണ്ടും ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ അവർ ഇപ്പോൾ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളും പഠിച്ചു അത് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ എൻഗേജ്മെന്റിന്റെ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് 2-3 പ്രാവശ്യം കണ്ടിട്ട് നിങ്ങൾ ആഡ് റൺ ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ. വേറെ ഡൗട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സമയം കുറച്ചായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇന്ന് ഒരുപാട് പേര് വന്നായിരുന്നു, പക്ഷെ ഡൗട്ട്സ് ഒന്നും അധികം ഇല്ല തോന്നുന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. എനിവേസ് ഇതൊക്കെ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. അപ്പൊ ഞാനിന്ന് ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇപ്പൊ കാശ് തന്നിട്ട് കുറെ കാലമായിട്ടും ഇപ്പൊ ഞാൻ ഇപ്പൊ ഗൾഫിൽ വന്നോണ്ട ടൈം ഉള്ളത്. സോ എനിക്ക് നോക്കൂ, ഈ ബാലപാഠം തന്നെ അറിയണം. അപ്പൊ അതിന് നിങ്ങൾ അയച്ചു തന്ന വീഡിയോ ഉണ്ടല്ലോ, ഇപ്പൊ 2 എണ്ണത്തിൽ എനിക്ക് അഡ്മിഷൻ ഉണ്ട് നിങ്ങൾ എടുത്തുന്ന ബാച്ചസിൽ, കോൺവാന്റെ പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ അത് ആ വീഡിയോസ് മുഴുവൻ കണ്ടാൽ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ആഡ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കുമോ, അതോ പിന്നെയും നിങ്ങളുടെ ആർക്കെങ്കിലൊക്കെ സഹായം വേണ്ടി വരുമോ? അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടു പഠിച്ചാൽ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഡൗട്ട് വരുന്ന ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന് മനസ്സിലാക്കാന്നില്ലേ? ഓക്കെ, ശരി. ഓക്കെ. അതുപോലെ തന്നെ എല്ലാ വീക്കും നമുക്ക് ഈ സാറ്റർഡേ ഒരു സെഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ വന്ന് ഡൗട്ട് ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ലൈവായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണിക്കുകയാണെങ്കിൽ ആഡിന്റെ സ്റ്റേജ് കാണിക്കുകയാണെങ്കിൽ മേ ബി ലൈവായിട്ട് നമുക്ക് ഇവിടെ ചെയ്യുകയും ചെയ്യാം. അല്ല ഇബ്രാഹിംജി, അങ്ങനെ ചെയ്യാൻ പറ്റില്ല? അപ്പൊ ബാക്കിയുള്ളവർക്ക് അല്ല, നിങ്ങൾ ആദ്യം കണ്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആഡ് റൺ ചെയ്യാൻ ട്രൈ ചെയ്യൂ. അതിലെന്തെങ്കിലും ഡിഫിക്കൽട്ടി വന്നാൽ അപ്പോൾ കോൺടാക്ട് ചെയ്താൽ